കാലിക്കറ്റ് സർവകലാശാല ജ്യോതിഷ പഠനം തുടങ്ങാൻ ഒരുങ്ങുകയാണ്. ആസ്ട്രോണമിയും ആസ്ട്രോളജിയും കൂട്ടിയിണക്കി ജ്യോതിഷ പഠനശാഖ തുടങ്ങാനാണ് ആലോചന. പിന്നാക്ക സമുദായ ക്ഷേമം സംബന്ധിച്ച് നിയമസഭാ സമിതി മുമ്പാകെ വന്ന അപേക്ഷ പ്രകാരമാണ് ആലോചന. ഇത് സംബന്ധിച്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് സർവകലാശാല രജിസ്ട്രാർ കത്തയച്ചു. കത്തിന്റെ കോപ്പി ബിഗ് ടിവിക്ക് ലഭിച്ചു. സാനിയോ മനോമി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സാനിയോ, ജ്യോതിഷ പഠനം കാലിക്കറ്റ് സർവകലാശാല പറയൂ. ബിനിൽ, അത് തന്നെയാണ്. അതായത് ജ്യോതിഷ പഠനം എന്ന് പറയുമ്പോൾ ആസ്ട്രോണമിയും ആസ്ട്രോളജിയും കൂടിച്ചേർത്തുള്ള ഒരു തരം ജ്യോതിഷ പഠനത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. കണിയാർ ട്രസ്റ്റ് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് മന്ത്രിസഭാ ഉപസമിതിക്ക് ഒരു കത്ത് നിയമസഭാ ഉപസമിതിക്ക് ഒരു കത്ത് നൽകിയിരുന്നു. അതായത് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് സർവകലാശാലകളിൽ ജ്യോതിഷ പഠനവുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യമായിരുന്നു. അങ്ങനെയാണ് സർവകലാശാലകളോട് ഇക്കാര്യം ചോദിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ആ കാര്യം ചോദിക്കുന്നത്. അന്ന് മറുപടിയൊന്നും കൊടുത്തിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ 12-ാം തീയതിയാണ് മറുപടി കൊടുത്തുകൊണ്ടൊരു കത്ത് രജിസ്ട്രാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഒരു മറുപടി അയക്കുന്നത്. ഇത് സർവകലാശാലയുടെ അക്കാദമിക് കൌൺസിലിന് വിട്ടിരിക്കുകയാണ് ഈ തീരുമാനം. അതായത് ജ്യോതിഷ പഠനം വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനം അക്കാദമിക് കൌൺസിൽ എടുക്കും എന്ന് കാണിച്ചുകൊണ്ടുള്ള കത്താണ് പുറത്ത് അയച്ചിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് വേറെ ഒരു വഴിയില്ല. ഇവർ എന്നെ പൂട്ടാൻ നോക്കിയാൽ നടക്കില്ലല്ലോ. അപ്പം എന്തൊക്കെ നോക്കി നമ്മുടെ മിനിസ്റ്റർ ബിന്ദു കൃഷ്ണയുടെ ഓഫീസിൽ നിന്നെന്ന് പറഞ്ഞ് വിളിച്ചു ഒരുത്തൻ. എന്നിട്ട് പറയണം മിനിസ്റ്റർ വിമർശിക്കുമ്പോൾ സഭ്യമായ ഭാഷയിൽ വേണം വിമർശിക്കാമെന്ന്, അല്ലെങ്കിൽ ചെത്തി കൊണ്ടുപോകുന്ന പറയണത്. അങ്ങനെ ഡയലോഗ് അടിക്കാനല്ല, പിറ്റേ ദിവസം തന്നെ തലേക്കടെ പായസം ഒഴിച്ചു. ഇത്രേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞതായ ഒരു മിനിസ്റ്ററെ ജനങ്ങൾ ട്രോളി കൊല്ലാണ്. അപ്പോൾ അതൊന്നുമല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം എന്തായിരുന്നേ? അവരുടെ പ്രശ്നം കണിയാൻ നാണുവിനെ ഞാൻ അതിനിശ്ചിതമായിട്ട് വിമർശിക്കുന്നതാണ്. അപ്പോൾ അവരുടെ നീ പോരയുടെ നിനക്ക് ഞാൻ പറഞ്ഞില്ലേ, നീ കമൻ്റൊക്കെ ഇടാൻ വരുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് കമൻ്റ് ഇടുമ്പോൾ എന്താ ചെയ്യണ്ടേ? ഒരാൾ നിത്യവും വന്ന് വെല്ലുവിളിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതെന്താണെന്നൊന്ന് പരീക്ഷിച്ച് നോക്കാനുള്ള ഒരു മനസ്സും കൂടി കാണിക്കണ്ടേ? അല്ലാതെ തീറ്റക്കാരനാണ്, അപ്പോൾ അവൻ്റെ തീറ്റ അവിടെ നടക്കും. നിങ്ങളെപ്പോലുള്ള മരവുളകൾക്ക് എന്താ കിട്ടണേ? എള്ളുണങ്ങിയാൽ എണ്ണ കിട്ടും. പാറ്റക്കാട്ടം ഉണങ്ങിയിട്ട് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ജീവിതം ജയിക്കണമെന്നുണ്ടോ? ധൈര്യമായിട്ട് ഈ വഴിയിലേക്ക് വരാം. ഈ വഴിയിലേക്ക് വന്ന ജീവിതം ജയിക്കാം. അല്ലാതെ പ്രകാശനെ പോലെ വെറും ഒരു വാഴയായാൽ പോലും, പ്രകാശൻ വാഴയല്ല മരവാഴയാണ്. അപ്പോൾ ഒരു ഗുണമില്ലാത്ത ഒരു നിർഗുണ പരബ്രഹ്മം. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് വേറെ ഒരു വഴിയില്ല. ഇവരെന്നെ പൂട്ടാൻ നോക്കിയാൽ നടക്കില്ലല്ലോ. അപ്പോൾ എന്തൊക്കെ നോക്കി നമ്മുടെ മിനിസ്റ്റർ ബിന്ദു കൃഷ്ണയുടെ ഓഫീസിൽ നിന്നെന്ന് പറഞ്ഞ് വിളിച്ചു ഒരുത്തൻ. എന്നിട്ട് പറയണം മിനിസ്റ്റർ വിമർശിക്കുമ്പോൾ സഭ്യമായ ഭാഷയിൽ വേണം വിമർശിക്കാമെന്ന്, അല്ലെങ്കിൽ ചെത്തി കൊണ്ടുപോകുന്ന പറയണത്. അങ്ങനെ ഡയലോഗ് അടിക്കാനല്ല, പിറ്റേ ദിവസം തന്നെ തലേക്കടെ പായസം ഒഴിച്ചു. ഇത്രേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞത് ബിന്ദു കൃഷ്ണയുടെ വിമർശിച്ചതല്ല പ്രശ്നം. ഇപ്പോൾ ഒരു അഡ്വക്കേറ്റായ ഒരു മിനിസ്റ്ററെ ജനങ്ങൾ ട്രോളി കൊല്ലാണ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഈഴവ സമൂഹത്തെയും ശ്രീനാരായണ ഗുരുദേവനെയും അധിക്ഷേപിച്ചിട്ടുള്ള മിസ്റ്റർ സുഭാഷ് തന്ത്രി എന്ന ഇയാളുടെ ഈ പ്രോസ്പെരിറ്റി, അതായത് ഈ ഭക്തി വിറ്റിട്ടുള്ള പ്രോസ്പെരിറ്റി നമുക്ക് അത്ഭുതം തോന്നും. കേരളത്തിൽ ഈ മണ്ടന്മാരായിട്ടുള്ള
ഭക്തജനങ്ങളുടെ എണ്ണം എന്തുമാത്രം കൂടുന്നു എന്നുള്ളത്. 2020 ഞാനൊരു വീഡിയോ ചെയ്തു. അത് വിശ്വകർമാക്കളെ അധിക്ഷേപിച്ചതിന്റെ പേരിലാണ്. നാളിതുവരെ വലിയ ചലനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആ വീഡിയോ ഒന്നും കൂടെ പൊടുതിട്ട് നിങ്ങളെ കാണിക്കാം, ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതിലടയാൻ പറ്റില്ല, അതുകൊണ്ടാണ് കൊട്ടി അടയ്ക്കേണ്ടി, വലിയ സൗണ്ടോടുകൂടി അടയ്ക്കേണ്ടി വരും. അതേപോലെ വേനൽക്കാലം വരുമ്പോൾ വിടവുണ്ടാകും. അപ്പം അന്ന് അവരുപയോഗിച്ചിരുന്ന മരങ്ങൾ, മൂപ്പില്ലാത്ത മരങ്ങളൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ കണക്കറിയാതെ ചെയ്തതിൻ്റെയൊക്കെ മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങളറിയുക, വാതിൽപ്പാളി എപ്പോഴും ഒറ്റപ്പാളിയാണ് നല്ലത്. അതിനുള്ള ഇന്ന് കിട്ടുന്ന മെറ്റീരിയലെല്ലാം നല്ല മെഷീനിൽ അടിച്ചു വരുന്ന ഉരുക്ക് മെറ്റീരിയലാണ്. ഇത് ഈ പാരമ്പര്യവാദികൾ എന്ന് പറഞ്ഞവർ അടിച്ചു കൂട്ടിയുണ്ടാക്കിയ വാട്ട സാധനങ്ങളല്ല. അപ്പോൾ അതുകൊണ്ട് കാലം മാറിക്കഴിഞ്ഞു. നമുക്കിവിടെ 21-ാം നൂറ്റാണ്ടിലേക്ക് കുതിക്കുന്നു, അവിടെ 18-ാം നൂറ്റാണ്ടിൽ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ കോണകം കെട്ടി നടക്കുന്നത്. നമുക്കിവിടെ ചെട്ടി കച്ചവടമുണ്ട്, ഭയങ്കര കച്ചവടമാണ്. കാരണം കോണം കെട്ടികളെല്ലാം നമ്മുടെ പ്രോഗ്രാം കണ്ട കോണം മാറ്റി ചെട്ടിയാക്കി. എന്തായാലും കച്ചവടം പൊടിച്ചു. ചില കണക്കുകളുണ്ട് രാശിയിൽ കാണാൻ പറ്റും, അത് തെറ്റാണ്, അതുകൊണ്ട് തങ്ങളുടെ വീടിന്റെ കണക്ക് തെറ്റാന്ന് പറഞ്ഞു. ഉടനെ ഇയാൾ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്റെ പരമ്പര എന്ന് പറഞ്ഞാൽ ആറന്മുള തച്ചന്മാരുടെ പരമ്പരയാണ്, അതുകൊണ്ട് എന്റെ വീടിന്റെ വാസ്തു തെറ്റാന്ന് താങ്കൾക്ക് പറയാൻ പറ്റില്ല എന്ന്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും താങ്കളുടെ വീടിന്റെ കണക്ക് തെറ്റാന്ന് എനിക്കിവിടെ കാണുന്നുണ്ട്. താങ്കൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ കണക്ക് മാറ്റേണ്ടവരും, അല്ലാതെ പൂർണ്ണതയിൽ എത്താൻ പറ്റില്ല എന്ന്. ആളുടനെ നമ്മളോട് വളരെ ശോഭിക്കുകയും ഈ വാസ്തു ഒഴിച്ചുള്ള പൂജാപരിഹാരത്തിന് വേണ്ടി ഞാൻ റെഡി ആവാം, അല്ലാതെ പറ്റില്ല. നമ്മൾ പറഞ്ഞു ഇതിന് നമുക്കൊരു താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പൂജാപരിഹാരം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും അവർ അധിവസിക്കുന്ന വാസ്തു കൂടി പൂർണ്ണതയിൽ വന്നാൽ മാത്രമേ ഇവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സമ്പൂർണ്ണ പരിഹാരം സാധ്യമാവുള്ളൂ. അപ്പൊ അത് പലർക്കും ഇതിനെക്കുറിച്ചുള്ള അറിവ്, അതായത് ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം കിട്ടിയ അറിവ് വെച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ പൂർവികാചാര്യന്മാരെ അബദ്ധങ്ങളിലൂടെ പോയി ആ നാട്ടിൽ മുഴുവനായിട്ട് എല്ലാ വീട്ടുകൾക്കും തെറ്റായിട്ട് ഒരു കീഴ്വഴക്കത്തിലൂടെ അടുക്കളൊക്കെ പണം കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ചെന്നിട്ട് അത് പൊളിക്കാൻ പോയി കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ കൈകാര്യം ചെയ്യും. അപ്പൊ അതുകൊണ്ട് പറ്റുന്ന അബദ്ധങ്ങളും ഇഷ്ടംപോലെ സംഭവിക്കാറുണ്ട്. ഇത്രയും കാലമായിട്ട് മന്ദബുദ്ധികളായിട്ടുള്ള ഒരുപാട് പ്രേക്ഷകർ ഇപ്പോഴും ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവരുടെ തലയിലേക്ക് ഒന്നും കയറാൻ പോകുന്നില്ല. കാരണം ജനിച്ചപ്പോൾ മുതൽ കേട്ടുവന്ന കുറേ മണ്ടത്തര വിശ്വാസങ്ങൾ അസ്ഥിക്ക് പിടിച്ച് അത് അവർ പെട്ടിയിലേക്ക് പോയാൽ മാത്രമേ അവരിൽ നിന്നും നമുക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ. അതാണ് ഈ പാരമ്പര്യ പ്രഹ്ലാദന്മാരുടെ വിജയം. കാരണം അവർക്കറിയാം കുറേ എണ്ണങ്ങൾ എന്തൊക്കെ ആയാലും, ആരൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ പറഞ്ഞാലും, പന്തീരാണ്ട് കാലം പട്ടിയുടെ വാല് കുംഭത്തിലിട്ടാലും കുംഭത്തിൽ നിന്ന് പുറത്തെടുത്താൽ വളഞ്ഞു തന്നെ ഇരിക്കും എന്നുള്ള ഒരു പഴഞ്ചൊല്ല് പോലെ തന്നെയാണ് ചില ജനങ്ങളെയൊന്നും നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. പാടില്ല. പലക്കല്ല് എത്ര വില്ലനായെന്ന് കണ്ടോ? ഇതൊക്കെ ഈ പാരമ്പര്യം പറഞ്ഞ് പറയുന്ന ഈ വെഡ്ഡി ശിരോമണികൾ വല്ലതും കേട്ടിട്ടുണ്ടോ? ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല. അതേപോലെ നമ്മളെ പാരമ്പര്യത്തിന്റെ പേരിൽ, കുലമഹിമയുടെ പേരിൽ കുത്താൻ വരുന്ന സുമതിമാരും പണിക്കരുമാരും, എല്ലാ പണിക്കരുമാരും ഉണ്ട്, അജിത് പണിക്കരുമാരും ഗിരീഷും ഇവനൊക്കെ അറിയുന്നുണ്ടോ? ഞങ്ങൾ ഈ പൂജയോടൊപ്പം തന്നെ വാസ്തുശാസ്ത്രം കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. നമുക്ക് പൂജാതികർമ്മം ചെയ്ത് പൂർണ്ണത എത്താൻ വേണ്ടി വാസ്തു കൂടി നോക്കണം എന്ന് പറയും. അപ്പൊ ചിലർ പറയും ഞങ്ങളുടെ വീടൊക്കെ ഒരു 10 ആചാര്യമാർ വന്ന് നോക്കി തന്നെ ഒരു കുഴപ്പമില്ല എന്ന് പറയും. നമ്മളത് അത് പറ്റില്ല, അത് തെറ്റാന്ന് പറയും. നമ്മളവിടെ ചെന്ന് അളന്ന് നോക്കുമ്പോൾ എല്ലാം തെറ്റായിരിക്കും, ഒരു വ്യത്യാസമില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ പല ആചാര്യന്മാരും ചിലരൊന്ന് പുറഞ്ഞിട്ട് മാത്രം നോക്കുന്ന ഒരു സമ്പ്രദായമാണ്. പുറഞ്ഞിട്ട് മാത്രമേ നോക്കുള്ളൂ, അതൊന്നും നോക്കുന്ന പരിപാടിയില്ല. അപ്പൊ നമ്മളങ്ങനെയല്ല, അളക്കുമ്പോൾ എല്ലാ ഭാഗങ്ങളും അളക്കും, എന്നിട്ട് അതിന്റെയൊക്കെ കറപ്ഷൻസ് കൊടുക്കും. ഇവരെന്തൊക്കെ പറഞ്ഞു നോക്കിയിട്ട് ജനങ്ങൾ ശ്രദ്ധിക്കണില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഇനി തെറി വിളിച്ചു നോക്കാം. അപ്പൊ അതൊക്കെ അവരുടെ സംസ്കാരമാണ് അവർ കാണിക്കുന്നത്. പലരുടെയും ഉള്ളിന്റെ ഉള്ളിലൊരു സംസ്കാരം പുറത്തേക്ക് വരും എന്ന് പറഞ്ഞ പോലെ. അപ്പൊ നിങ്ങളറിയണം, നമ്മൾ പറയുന്ന വാസ്തുശാസ്ത്രം അതെല്ലാം നമ്മുടെ ജീവിതം റിവേഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇത് തന്നെ നമ്മുടെ ജ്യോതിശാലയത്തിന്റെ തൊട്ടടുത്ത് ഒരു ഞങ്ങളുടെ നാട്ടിലുള്ള ഏറ്റവും പ്രഗത്ഭനായ വാസ്തു വിദഗ്ധൻ വന്ന് റെഡിയാക്കി കൊടുത്ത കൊട്ടാരം പോലുള്ള വീടാണ്. 2 ജപ്തി കഴിഞ്ഞ് 3ാമത്തെ ജപ്തിക്ക് കാതോർത്തിരിക്കുകയാണ്. വാസ്തു വലിയ വാസ്തുവാണ്. എന്താണെന്ന് വെച്ചാൽ വടക്കൻ കേരളത്തിലൊക്കെ അവിടെയൊക്കെ നമ്മൾ അളക്കാൻ ചെന്നിട്ടുണ്ട്. തൃശ്ശൂർ വിട്ട് വടക്കോട്ട് പോയാൽ ഒരു വീടിന് പോലും ഇതേവരെ ഒരു കണക്കുള്ള വീട് ഞങ്ങൾ കണ്ടിട്ടില്ല. തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി ഈ 4 ജില്ലകളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുള്ളൂ. അപ്പൊ ഇവിടെയുള്ള കുറെ ആളുകളെങ്കിലും മിടുക്കന്മാരുണ്ട്. വടക്കോട്ട് പോയി ഒരാൾക്ക് പോലും വാസ്തു അറിയാൻ പാടില്ല. അവർക്ക് തോന്നുന്ന പോലെയാണ്. വടക്ക് പടിഞ്ഞാറാണ് അടുക്കള. കേരളത്തിൽ തന്നെ ഏകദേശം എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, ഇടുക്കിയിലെ കുറെ ഭാഗങ്ങൾ, ഏകദേശം ഒരു 3-3.5 ജില്ല. ഈ ജില്ലകളിലാണ് ആവറേജ് വാസ്തു കൃത്യമായ കണക്കുകളിലൂടെ പോകുന്നത്. മറ്റുള്ള ജില്ലകളിലെല്ലാം ഒട്ട കണക്കിലൂടെ പോകുന്നത്. നമുക്ക് വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ വിട്ട് അങ്ങോട്ട് പോയാൽ ഒരു വീട് നോക്കാൻ പോവുകയാണെങ്കിൽ അവിടെ ഒരു ഗതി ഉണ്ടാവില്ല. കാരണം പൂജ കഴിഞ്ഞ് ഒരു 3 മാസത്തേക്ക് നല്ല സുഖം ഉണ്ടാവും. അപ്പൊ ആ സുഖത്തിലങ്ങ് പൊക്കോളെന്ന് എഴുതിയിട്ടാണ്. പിന്നെ മൈൻഡ് ഇല്ല. അടുത്തുള്ള ഏതെങ്കിലും ഒരു ലോക്കടാച്ചി വാസ്തുകാരനെ വിളിച്ച് നോക്കും, 500 കൊടുത്താൽ മതി. അപ്പൊ വന്നിട്ട് ഒരു കുഴപ്പമില്ലാന്ന് പറയും. അപ്പൊ നമ്മുടെ വാസ്തുകാര്യം വന്നു കഴിയുമ്പോൾ
എറണാകുളം ജില്ലയിൽ നിന്ന് 6000 രൂപ, കോഴിക്കോട് വരെ 6500, തിരുവനന്തപുരം 6500. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ 6500. അപ്പൊ ഇത്രയും പൈസ കൊടുക്കണമല്ലോ എന്നുള്ള വിഷമമാണ്. അതുകൊണ്ടാണ് വേണ്ടാന്ന് വെക്കുന്നത്. അത് ഇവിടെ സംഭവിക്കുന്നത് 500, 1000, 2000 കൊടുത്തു കഴിയുമ്പോൾ കുഴപ്പമില്ലാന്ന് കേൾക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ ശരിക്കും കുഴപ്പമല്ലേ? വാസ്തവിൽ നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ പുള്ളി വേറൊരു മിടുക്കനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആള് വരെ ഇവർ പറഞ്ഞ കേട്ട് തിരിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ പറയുന്ന കേട്ട് തിരിയാനിരിക്കുന്ന ഒരാളല്ല. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ തിരിഞ്ഞു വരാം. ഞാനൊരു പഴഞ്ചൊല്ല് പറയുന്നതിൻ്റെ ഇടയിലുണ്ടായ ചില പരാമർശങ്ങളാണ്. അത് സമുദായത്തിന് ഏതെങ്കിലും തരത്തിൽ വേദനാജനകമായിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സാ വാച നിങ്ങൾ ഓരോരുത്തരോടും ക്ഷമാപണം ചോദിക്കുന്നു. ഞാൻ ആരെയും ഹേർട്ട് ചെയ്യാനോ മറ്റൊന്നിനും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞു. അയ്യപ്പന്റെ അടുത്തേക്ക് പെണ്ണുങ്ങൾ ചെന്നാൽ, പിരീഡുള്ള പെണ്ണുങ്ങൾ ചെന്നാൽ അയ്യപ്പന് ചീറ്റി പോകുന്ന പറയുന്ന കൺട്രോളില്ല, കഷ്ടം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ശബരിമലയ്ക്ക് ഇത്രയും തിക്ക് നിരക്കടിച്ച് പോകുന്നു, പോണ വഴിയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ശബരിമല അയ്യപ്പന്റെ ചൈതന്യമെല്ലാം എന്നേ അവിടെ നിന്ന് വിട പറഞ്ഞു പോയി. നമ്മുടെ അയ്യപ്പൻ എന്നെ കൊണ്ട് ചെയ്യിച്ചു. ശബരിമല അയ്യപ്പൻ എന്നെ കൊണ്ട് ഇവിടെ 18 പടി കെട്ടിച്ചു, സ്ത്രീകളെ കൊണ്ട് കെട്ടേറ്റടാന്ന് പറഞ്ഞു. കണ്ടോ? അപ്പൊ അയ്യപ്പന് മനസ്സിലായി അവിടെ എന്തായാലും മാറ്റാൻ പറ്റില്ല, എന്നാൽ ഇവിടെ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ എന്തായാലും ഇവിടെ അയ്യപ്പൻ നമ്മൾ 18 പടി കയറി. നമ്മുടെ അയ്യപ്പൻ നല്ല കൺട്രോളാ, ഒരു കുഴപ്പമില്ല. ആര് വന്നാലും ഞാൻ എങ്ങനെയാണോ അതേപോലെ നമ്മുടെ അയ്യപ്പന് നിൽക്കും നെഞ്ചുറച്ച്. നമസ്കാരം. പുള്ളിക്ക് കടകളിലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വിൽക്കണമായിരുന്നു. സോപ്പ്, ചീപ്പ്, സൂര്യ സോപ്പ് എന്ന് പറഞ്ഞ സോപ്പുണ്ട് ആവിട്ടത്തൂർന്ന് തന്നെ. ആ സോപ്പ്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മിക്സറുകൾ, പെരുമ്പാവൂരിന്ന് മിക്സറുകൾ എടുത്താക്കി എടുത്ത് ഒരുപാട് എനിക്ക് കടയുണ്ടായ ആളാ. എന്റെ കടയിലൊക്കെ കൊണ്ടു തന്നെ സാധനമായിരുന്നു ഉള്ളു. എന്നാ വ്യക്തമായിട്ടൊന്ന് പറയാമെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്താലോ? വേണ്ട, റെക്കോർഡും ചെയ്യണ്ട. ഞാനത് സൂചിപ്പിച്ചെന്നുള്ളൂ. റെക്കോർഡും ചെയ്യണ്ട. പേടിയാണോ? പേടിയൊന്നുമില്ല. എനിക്ക് എന്തിനാ പേടിക്കണേ? ഞാൻ എന്തിനാ പേടിക്കണേ? അല്ല, അനുവാദം ചെയ്യുള്ളൂ. പേരൊന്നും പറയണ്ട, പേടിക്കണ്ട. ഞാനോട് പേര് അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെ വന്ന് അന്വേഷിച്ച പുള്ളിനെ കുറിച്ച് അറിയാം. മൂക്കന്നൂർ വന്ന് അന്വേഷിച്ചത്. ഇപ്പൊ പുള്ളിയുടെ അനിയനാണ് ആ വീട്ടിൽ താമസിക്കണേ, തറവാട് പോലത്തെ സ്ഥലത്ത്. ചേട്ടൻ അവിടെ ഒരു അമ്പലമായിട്ട് ഇരിപ്പുണ്ട്, സുരേഷ് എന്ന് പറഞ്ഞ ആള്. ചേട്ടന്റെ പേരെന്താണ്? ചേട്ടൻ സുരേഷ്. ചേട്ടൻ സുരേഷ്. എന്തുവാണ്, അമ്പലമാണോ? അമ്പലം എന്ന് പറഞ്ഞ അമ്മദേവി എന്ന് പറഞ്ഞ ആരാണ്ട് കുന്നിരുത്തി പുള്ളി മരുന്നും ഈ മന്ത്രം കൊടുത്ത ആളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാ. എല്ലാരും പറ്റിയതാണോ? ദൈവമേ. അമ്മ ദേവി. പിന്നെ അനിയന് ചെയ്യാത്ത ബിസിനസ് ഇല്ല, മീൻ കച്ചവടം, ജാതി കച്ചവടം. ഇപ്പൊ ലോട്ടറി കച്ചവടം. ലോട്ടറി കച്ചവടം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഇത് ആള് വെടിപ്പാണോ? ആള് നിങ്ങള് പറഞ്ഞിട്ട് ഇവന് 2-3-4 വർഷം കൊണ്ട് പിന്നെ തന്ത്രിയായത്? പുള്ളി ഓടക്കാലിലെങ്ങാണ്ട് ഇത് പഠിക്കാൻ വേണ്ടത് എനിക്ക് തോന്നണം. ഓടക്കാലി, എന്റെ അറിവ് അങ്ങനെയാണ്. ഓടക്കാലി അല്ലേ? ഓടക്കാലി. ഓക്കെ 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 ഓക്കെ. അത് കഴിഞ്ഞ് നമ്മള് കിടങ്ങൂര് വെച്ച് ജ്യോതിഷം തുടങ്ങി, പിന്നെ കിണവ് സാധനം കാണാൻ തുടങ്ങി, പിന്നെ വീട് പിന്നെ സാധനം കാണാൻ തുടങ്ങി. അത് കഴിഞ്ഞാൽ പിന്നെ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങിയ ഉള്ള കൺസൾട്ടിങ് 2000-3000 ഒക്കെ ആയിരുന്നു. ഇപ്പൊ 3500 പറയുന്നത് കേട്ടു. അല്ല, ഇപ്പൊ 3500 വിളിച്ചു ചോദിച്ചാൽ അവിടെ എങ്ങാണ്ട് സ്റ്റാഫ് ഒക്കെ ഉണ്ട്. ആ സ്റ്റാഫ് പറയുന്നത് 3500. അവിടെ എങ്ങാണ്ട് മല തൊടുപുഴ അവിടെ എങ്ങാണ്ട് അവിടെയാന്ന് തോന്നണം ഇപ്പൊ സ്ഥലം. എന്താ അവിടെ കണ്ടാ വയ്യ? എന്തോ പുഴയാ? അങ്കമാലി അല്ലല്ലോ ഇപ്പൊ അമ്പലം ഇരിക്കുന്ന പുള്ളിയുടെ. തൊടുപുഴ പൊന്നാരമംഗലോ എന്തോ പൊന്നാരമംഗലം അങ്ങനെ. അതന്നെ അതന്നെ, അങ്ങനെ ഒരു ക്ഷേത്രമാണ് ഇവിടെ. പക്ഷെ താന്ത്രിക രീതിയിലൊന്നും അല്ല പ്രതിഷ്ഠിച്ചിരിക്കുന്നതൊക്കെ. എന്നും ഉത്സവമാണ്. ഒരുപാട് ആൾക്കാർ. 12 അമ്പലോ 13 അമ്പലമായിട്ട് പുള്ളി പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അവിടെ. ഈ പുള്ളിക്ക് SND, മറ്റേ പുള്ളിക്കാരനും പറഞ്ഞ SND ഇവിടെ സർട്ടിഫിക്കറ്റ് ഇല്ല. ഈ പുള്ളി ഈ ദേശത്തുള്ള ആളല്ല. ഈ കിടങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെ മൂക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ വന്ന് താമസമായിരുന്നു. പക്ഷെ പുള്ളിയെ വന്നല്ല, പുള്ളിയുടെ കാർന്നൂരുമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളാ. അമ്മ നേരത്തെ മരിച്ചുപോയി. അമ്മ നേരത്തെ മരിച്ചുപോയി. അച്ഛൻ ഒരു കുടിയനും ഒരു മുട്ടപ്പോക്കാരനായിരുന്നു. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു മൂരിവരായതിനെ പുള്ളിനെ വിളിക്കണേ. ഈ പുള്ളിക്ക് പിന്നെ മെമ്പർഷിപ്പ് ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. അതുണ്ടാവൂല. അന്ന് ഇവിടെ മുക്കന്നൂര് SNDP അത്ര ശക്തമല്ല. ആകെ ഒരു ശാഖ മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ വൈഫ് പിന്നെ ഓക്കെ ആണെന്നാ പറയുന്നത്. വൈഫ് SNDP-കാരിയാണെന്നാ. വൈഫ് എവിടെയാണ്? കല്ലൂരാണ്. കല്ലൂര് എറണാകുളത്ത് നിന്നാണ് വിവാഹം കഴിച്ചത്. എറണാകുളത്ത് മറ്റേ നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ അപ്പുറത്താണ് വീട്. ഞാൻ കല്യാണത്തൊക്കെ ഞാൻ പോയേക്കണ ആളാ. ആണോ? ഈ സാമ്പത്തികമുള്ളവനായിരുന്നു ഇവൻ ഭയങ്കരമായിട്ട്. ഇവൻ പറയുന്നത് സാമ്പത്തികം ഈ ബിസിനസ് കൊണ്ടുള്ള സാമ്പത്തികം ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇവൻ പറഞ്ഞു ഈ ബിസിനസ്സിൽ നഷ്ടം വന്നപ്പോ പുള്ളി ഓരോ ജ്യോതിഷന്മാരുടെ അടുത്ത് പോയി ഇങ്ങനെ
കാശ് കൊടുത്ത് പുള്ളിക്ക് ഇത് ലാഭമെന്ന് തോന്നി പരിപാടി. അത്രേ ഉള്ളൂ, അതിനകത്ത് കഥ അത്രേ ഉള്ളൂ. അത് ശരി അമ്മോ സംഭവം അല്ലേ? അല്ല പുള്ളിയൊക്കെ ബിസിനസ്സുകാരനായി ഭയങ്കര എന്തോ ഭയങ്കര തൊലിക്കട്ടിയാ കേട്ടോ. അതാണ് അതിന്റെ കാര്യം. പുള്ളി ഇങ്ങനെ ഓരോ ബിസിനസ് രക്ഷപ്പെടാൻ ഓരോ ജ്യോതിഷന്മാരുടെ അടുത്ത് പോയി അവ ചെന്ന് ചോദിക്കുമ്പോ 10, 200, 300 കൊടുക്കൂല. അതെ നമ്മളിപ്പോ ഒരു ജ്യോതിഷന്റെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പോ എന്തെങ്കിലും വെച്ചേക്കാൻ പറയുമ്പോ എങ്ങനെയായാലും 100 കുറഞ്ഞ ആരും വെക്കില്ല, പൈസ ചോദിച്ചില്ലെങ്കിലും. അതെ 100% വെക്കാതിരിക്കത്തില്ല. എങ്ങനെ വെച്ചാലും ഇന്നത്തെ കാലയളവ് അനുസരിച്ചാണെങ്കിലും എന്തെങ്കിലും കൊടുക്കും, സംശയമില്ല. ഏറ്റവും കൂടി 500 രൂപയിലും വെക്കും. 500 ഇപ്പൊ 500 വെക്കുമായിരിക്കും, 500 വെക്കുമോ? എന്നാലും ഉണ്ട്. അതായത് 10 ആളാവുമ്പോ 5000 രൂപയില്ലേ ഒരു ദിവസം വരുമാനം. 10 അത് ശരിയാ. പുള്ളി നോക്കിയപ്പോ ആ വരുമാനം കൂട്ടി ജ്യോതിഷനായി. ജ്യോതിഷമൊന്നും പഠിച്ചിട്ടില്ല അതല്ലേ? കോടിക്കാലിൽ എവിടെ പോയിരുന്നു പുള്ളി? അവിടെ കണ്ടോ ഒരിടത്ത് ഇവിടെ എന്തോ ചേർത്തലേ പൂച്ചാക്കൽ എന്ന് പറയുന്നത്. ചേർത്തല പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഓടക്കാലി പോയിരുന്നു. അത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് വരുമ്പോ സെയിലിന് വരുമ്പോ. ഓടച്ചാലോ അതെവിടെ ഈ സ്ഥലം? ഓടക്കാലി പെരുമ്പാവൂര്. ഇത് പഠിക്കുകയും അവിടെ ചെന്ന് പട്ടം കൊടുക്കുകയും ചെയ്യും. ആ കോണം കൂടി പറഞ്ഞ വാങ്ങിച്ചോ, പഠിച്ചെടുക്കട്ടെ സാർ, എന്നിട്ട് പറയാം. പറഞ്ഞ ഒരു കോണം കൂടി വാങ്ങിച്ചോ, അപ്പൊ കെട്ടുകയും ചെയ്യാം. അങ്ങനത്തെ ഡ്രസ് ഒന്നുമില്ല അവരിടുന്നത്, അവര് മുണ്ടാടുന്നത്. അതിന്റെ അടിയിലോ പൊക്കണ്ട് കാണല്ലോ. പൊക്കണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ ശ്രദ്ധിച്ച കാണാം. നിങ്ങൾ പറയുന്നത് നല്ല മനുഷ്യൻ കൗപീനമല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളവിടെ സംഭവം റെഡി എന്ന് പറയാം. നാളെ മുതൽ ബിന്ദു ചെല്ലുമ്പോ നോക്ക്, മുണ്ട് പൊക്കണ്ട, അല്ലാതെ നെല്ലടിക്കും. അവരതാണ് കൊടുത്താണെങ്കിൽ അവരെ കാണിച്ചിരിക്കും, ഒരു തർക്കമില്ല കാര്യം. നല്ല ആളെന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു ഫോട്ടോ കൂടെ കൊണ്ടുവച്ച് വെക്കേ, ഞാനൊന്ന് തൊട്ട് തൊഴുവട്ടെ. ചേച്ചി ആള് നല്ല ആളെന്ന് പറയുന്നില്ലേ? ആ ആള് ധർമ്മദേവത, ചേച്ചിയുടെ ധർമ്മദേവത അച്ഛൻ വഴിക്കുകയോ ഏതാണ് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് ഗൈഡ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഗൈഡ് ചെയ്തിട്ടില്ലല്ലോ. വാർത്താ ലിങ്കുകൾ എനിക്ക് അയച്ചു തരുന്നുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച്. ഈ ലിങ്ക് കണ്ടിട്ടൊരു അത്ഭുതവും എനിക്ക് തോന്നിയില്ല. കഴിഞ്ഞ 10 വർഷത്തിലധികമായി നാട്ടുകാരെ പറ്റിക്കുന്നതിന് വിശദാംശങ്ങൾ പല വാർത്തകളിലൂടെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇതൊരു അത്ഭുതവും തോന്നിയില്ല. എനിക്ക് അത്ഭുതം തോന്നിയത് ഇത് മറ്റു മാധ്യമങ്ങളും ഏറ്റെടുക്കാൻ തുടങ്ങിയല്ലോ എന്നോർത്തിട്ടാണ്. അടിമുടി തട്ടിപ്പും ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ആളാണെന്നും മണി ചെയിൻ മോഡലിൽ നാട്ടുകാരിൽ നിന്ന് പണം പിരിക്കാൻ വേണ്ടി ചാരിറ്റിയുടെ പേരിൽ നന്മമരം അഭിനയിക്കുകയാണെന്നും വ്യക്തമായ തെളിവുകളോടെ പല വാർത്തകളിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രഖ്യാപിച്ചിരിക്കുന്നതൊന്നും അയാൾ നടത്തിയിട്ടില്ല. നാട്ടുകാരെ പറ്റിച്ച് എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക എന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ല. ഇയാളെക്കുറിച്ച് വിശദമായി പഠിച്ച് വളരെ ശാസ്ത്രീയമായി വിലയിരുത്തി രേഖകളുടെ അടിസ്ഥാനത്തിൽ പരമ്പര പ്രസിദ്ധീകരിക്കുന്നു. 4 ദിവസങ്ങളായി വിശദമായി തന്നെ നമ്മുടെ മറ്റ് ചാനലുകളും പത്രങ്ങളും ഇനിയെങ്കിലും കണ്ണു തുറക്കുമെന്നും നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഇയാളുടെ ഉഡായിപ്പിന് അറുതി വരുമെന്നും ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇത്തരത്തിൽ ഒരുപാട് തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും നമ്മുടെ ചുറ്റുമുണ്ട്. അവരിൽ പലരും നന്മമരങ്ങളായി അഭിനയിക്കുകയാണ്. അവരിൽ ചിലരൊക്കെ പൊട്ടിത്തകർന്ന് താഴെ വീണാലും അവരെക്കുറിച്ച് വാർത്ത എഴുതാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഭയമാണ്. പക്ഷെ നമ്മുടെ ചാനലുകളോ പത്രങ്ങളോ വാർത്ത കൊടുക്കുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇയാളുടെ കള്ള ബിസിനസ് സാമ്രാജ്യം തകരുമെന്ന് ഉറപ്പ്. കാരണം ഇയാൾ മണി ചെയിൻ മോഡൽ ബിസിനസ്സാണ് ചെയ്യുന്നത്. അതിലും എമ്പാടും ഉഡായിപ്പ് മണമുണ്ടെന്ന് തോന്നാൻ പോലീസിന്റെ ഇൻട്രോഗേഷനോ വക്കീലിന്റെ സ്പെക്കുലേഷനോ വേണ്ട എന്ന് അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി പറഞ്ഞിട്ടുണ്ട്. മേലനങ്ങാതെ കാശുണ്ടാക്കാമെന്ന് വെറുതെ തോന്നിയാൽ എന്തുഡായിപ്പും ചെന്ന് തലയിടാൻ തയ്യാറായ ബുദ്ധിയേറിയ മലയാളിയുടെ കയ്യിൽ കാശുള്ള കാലത്തോളം ഇനിയും അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. അല്പസ്വല്പം ചാരിറ്റി ഷോ കൂടി ഉണ്ടെന്നാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതില്ല. മലയാളിയുടെ വീക്ക്നെസ്സുകളെ പറ്റിയും അവഗാഹമാണ് അയാളുടെ മൂലധനം. 50 രൂപ കൊറിയർ ചാർജ് ഇറക്കം വിൽക്കാൻ നോക്കുന്നെങ്കിൽ അതിന് പിന്നിൽ വേറെന്തോ ജേർണലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ മാധ്യമ പ്രവർത്തനത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയാണ് പറഞ്ഞു കളയും ചിലർ. സത്യന്തരം മറുനാടനെ മഞ്ഞപ്പത്രമെന്ന് വിളിക്കുന്ന ആളുകളിൽ ഇവിടുത്തെ മുഖ്യധാര ചാനലുകളും പത്രങ്ങളും കൊടുക്കാൻ മടിക്കുന്ന വാർത്തകൾ കൊടുക്കുന്നത് കൊണ്ടാണ്. അത് മുമ്പ് സൂചിപ്പിച്ച മരണം സംഭവിച്ചാൽ ഒരുത്തനും വാർത്ത കൊടുക്കില്ല.
ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ തുറന്നു കാണിക്കുന്നത് കൊണ്ടാണ് മറുനാടൻ സാധാരണ മനുഷ്യരുടെ പ്രതീക്ഷയായത്. അതിനെ പരിഹസിച്ച് ചിരിച്ചിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് സ്റ്റോറികളിൽ ഒന്ന് മാത്രമാണ്. അപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി കൈയടിക്കാൻ നിങ്ങൾക്ക് മടിയാണ്. നിങ്ങൾ കൈയടിച്ചാലും ഇല്ലെങ്കിലും സത്യമറിയാവുന്ന മനുഷ്യർക്ക് അതറിയാം. അവർ കൈയടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് മറുനാടൻ നിലനിൽക്കുന്നത്. 100% സാക്ഷരതയുണ്ടെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ സാമ്പത്തിക സാക്ഷരത എത്ര താഴ്ന്നതാണെന്ന് മനസ്സിലാക്കാൻ തട്ടിപ്പുകാരന് കിട്ടുന്ന അംഗീകാരം മാത്രം നോക്കിയാൽ പോരെ. എൻ്റെ അറിവിൽ അയാൾ നടത്തുന്ന തട്ടിപ്പുകൾ എല്ലാ മാധ്യമങ്ങൾക്കും അറിയാമെങ്കിലും മറുനാടൻ ഷാജൻ അസ്കറി ഒഴിച്ച് ഒരു മാധ്യമവും ഇന്ന് വരെ ഒരു സ്റ്റാമ്പ് സൈസ് വാർത്ത പോലും കൊടുത്തിട്ടില്ല. അയാൾക്കെതിരെ യാതൊരു കേസുകളും ഇല്ല എന്നാണ്. അത് തന്നെ നുണയാണെന്ന് അവൾ പരാതികളില്ലാതെ കേസെടുക്കാൻ താല്പര്യമില്ല എന്നതാണ് സത്യം. അയാളുടെ ഫാൻസ് മതി പരാതിക്കാരനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാൻ എന്നതാണ് കേരളത്തിൻ്റെ അവസ്ഥ. കേരളത്തിൽ മാത്രമേ ഞാൻ ഒരു പ്രതിഭാസം കണ്ടിട്ടുള്ളൂ. അതായത് ഫ്രോഡാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പൊതുജനങ്ങളെ 90% റോഡിൽ കാണുന്ന ഊളകൾ വരെ പോലുള്ള ക്രിമിനലുകളെ അംഗീകരിച്ച് ചേർത്ത് പിടിക്കുന്നത്. അത് ചാരിറ്റി വേഷം കെട്ടിയായിരിക്കും. ചാരിറ്റിക്കിറക്കിയ പണം പാവങ്ങളെ പറ്റിച്ച് കാശല്ലേ എന്ന് ചോദിച്ചു പോയാൽ നീ കൊടുത്തോ എന്ന് മറു ചോദ്യവും തന്തയ്ക്ക് വിളിയും ഉറപ്പാണ്. കേരളത്തിന് വെളിയിൽ ഫ്രോഡുകൾക്ക് സാമൂഹ്യ അംഗീകാരം രാഷ്ട്രീയത്തിൽ മാത്രമേ കിട്ടൂ. അതുപോലുള്ള ഫ്രോഡ് ക്രിമിനൽസിനെ ആരും പിന്തുണയ്ക്കില്ല. കൊച്ചെ തട്ടിപ്പ് നടത്തി സുഖിച്ച് ജീവിക്കുകയായിരുന്നു എന്നറിയാൻ അഴിമുഖത്തിന്റെ സമഗ്രമായ അന്വേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല. അയാളെ ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് അനുഭവജ്ഞാനം വെച്ച് പറയട്ടെ, ഒരു സീരിയസ് ബാങ്കറും അവന്റെ പിൻ സ്ട്രൈപ്പ് സൂട്ട് കോംപ്രമൈസ് ചെയ്യില്ല എന്ന് മാത്രമല്ല, അവന്റെ കോർണർ ഓഫീസിന് വെളിയിൽ അധിക സമയം പുറത്തു പോകില്ല. മറ്റൊന്ന്, അവരെ ഒരിക്കലും പൊതുവേദികളിൽ പാട്ടും കൂത്തും അലവലാതി കിടക്കുന്ന ഡാൻസിനും കാണാൻ കിട്ടില്ല എന്ന് മാത്രമല്ല, പിങ്ക് ഡെയിലീസ് ആൻഡ് ബിസിനസ് ജേർണലിസത്തിനും പോർട്ടലിനും വെളിയിൽ അവരെ സംബന്ധിച്ച നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. തമിഴ്നാട്ടിൽ നിന്നും വന്ന അപ്പക്കാള സ്വർണ്ണമോഷണക്കാരൻ്റെ ചെറുമകനും മുതുമൂരിയുടെ മകനെന്ന സങ്കല്പത്തോടു കൂടിയുള്ള, അല്ലെങ്കിൽ അമ്മട്ട് താത്തയുടെയും പുത്രനെന്ന സങ്കല്പത്തോടു കൂടിയുള്ള ഒരു ജ്യോതിഷം അറിയാത്ത, ശാന്തിപ്പണി അറിയാത്ത, ആവാഹനം അറിയാത്ത ഒരു തട്ടിപ്പുവീരൻ എന്നുവെച്ചാൽ ജ്യോതിഷം കൊണ്ട് പാരമ്പര്യ സംബന്ധമായിട്ടുള്ള അല്ല ഭാരതീയ സംബന്ധമായിട്ടുള്ള തനത് ജ്യോതിശാസ്ത്രത്തെ വളച്ചൊടിച്ച് വയറ്റിപ്പിഴപ്പിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ഇവൻ്റെ ശിങ്കിടികളാണ് വയറ്റിപ്പഴപ്പ്. ഇവൻ കോടികൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെയുള്ള വോഡ്ക അടിച്ച് ഫിറ്റായി എലിയെ ചുട്ടു നിന്ന് എലിസ്വാമികളുടെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. വളരെ ഭയാനകമായിട്ടുള്ള രസപ്രധാനമായിട്ടുള്ള സാധനമാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് ശിവനിലാണെന്നും മറ്റ് ദേവതകൾക്കൊന്നും പ്രാധാന്യമില്ലെന്നും, അത് ഓമിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? പ്രണവം. ഇവൻ ഏതൂളയാണ് സുഹൃത്തെ? ഇവൻ എന്ത് തന്ത്രം അറിയാവുന്ന ഒരു മേൽശാന്തിപദം അറിയുന്ന ആളാണോ? ഒരു മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന സാധാരണ കുട്ടിക്ക് പോലും, അല്ലെ ഹരിശ്രീ എഴുതി കഴിഞ്ഞിട്ടാണെങ്കിലും ആശാന്മാർ ചൊല്ലിക്കൊടുക്കുന്ന പാഠങ്ങളിൽ വെച്ചുള്ള ഒന്നാണ് ഓങ്കാരം. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ആയെ, ഊവെ, മായം കൂടുള്ള 3 ധാതുവിൽ നിന്നും വന്നിരിക്കുന്നതായിട്ടുള്ള, നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള മലയാളം തന്നെ. മലയാളത്തിൽ എല്ലായിരിക്കുമല്ലോ, എല്ലാ ആൾക്കാരും മീഡിയത്തിലായിരിക്കുമല്ലോ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവൻ പറയുന്നു ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമശിവനാണ്. അങ്ങ് എന്താ പറയുന്നത് ഈ വെപ്രാളപ്പെട്ട്? അതുപോലെ തന്നെ ഈ പട്ടി ഇറച്ചി കണ്ട പോലെ പിന്നെ നക്കി ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ യൂട്യൂബ് ചാനലിൻ്റെ ആങ്കറെ ഞാൻ പലവട്ടം ശ്രദ്ധിച്ചിട്ടുള്ളതും, അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഒരിക്കൽ എന്നെ വിളിക്കുകയും ഇത് തുടങ്ങിയ സമയത്ത് എന്നെ വിളിക്കുകയും അന്ന് ദേവപ്രശ്നത്തിൻ്റെ അസൗകര്യങ്ങളോട് ഞാൻ വന്നിട്ട് ഒരു ദിവസം വരാമെന്ന് പറയുകയും ഒക്കെ ചെയ്ത ഒരു ചാനലാണ്. അന്ന് ആദ്യം തുടങ്ങിയ സമയത്ത് കാണിപ്പയ്യൂർ, അങ്ങനെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ജ്യോതിഷികൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവന് ഒരു എപ്പിസോഡിന് 1.5 ലക്ഷം രൂപയോളം കൊടുത്താണ് ഈ പ്രോഗ്രാം ചെയ്തത്. നിങ്ങളത് മനസ്സിലാക്കുക. അതോ ഊളത്തരം തന്നെ പറയുകയും മറ്റു കാര്യങ്ങളൊന്നും പറയാതെ എന്തുകൊണ്ടാണ് അവൻ ഇതിനകത്ത് തെറിയൊന്നും വിളിക്കാഞ്ഞേ? അവൻ്റെ ശിങ്കിടികളായിട്ടുള്ള കൊടകര കുസുമിയും വാറ്റുവത്സിയും അതുപോലെ തന്നെ മോട്ടോർ കള്ളനും
ഒക്കെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരുപാട് ഐഡിയ അതിനകത്ത് വന്നിട്ടുണ്ട്. ഫേക്ക് ഐഡികൾ എല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന വിഷയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ശ്രീകൃഷ്ണ ഭാവത്തിലും വിഷ്ണു ഭാവത്തിലും ആണ് പരമാത്മാവുള്ളതെന്ന് വേദം പറയുന്നു. വേദമാണല്ലോ നമ്മുടെ അനുഷ്ഠാന ഗ്രന്ഥം, അല്ലെങ്കിൽ ഹൈന്ദവൻ്റെ ഗ്രന്ഥം. ഇവൻ പറയുന്നത് ഇവൻ്റെ ഗ്രന്ഥമാണ്. അത് എവിടെ ഉണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ല. ഇനി ഈ ലോകം അവസാനിച്ചാലും നരേന്ദ്രപ്രസാദ് പറയുന്നുള്ളത് പ്രളയം വന്ന് സർവ്വതും നശിച്ചെന്ന് പറഞ്ഞാലും ഈ ഒരു സാധനമില്ല. അതൊരു 1912 ആചാര്യ സംവാദം കണ്ടുപിടിച്ചു എന്നാണ് പറയുക. അപ്പോൾ എന്നിട്ട് പറയുന്നു 2012 കണ്ടുപിടിച്ച് ഇവൻ്റെ ഏജൻ്റ് ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നു, ഞങ്ങളുടെ ഗുരു റബ്ബറും ഗുരുവാണ് ആചാര്യ സംവാദം എന്ന് പറയുന്ന ഗ്രന്ഥം കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ 1912 ഇവൻ ജനിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവനാരാ, ചിരഞ്ജീവിയോ, ഹനുമാനോ? നിങ്ങളൊന്ന് ആലോചിച്ചു, എന്തൊക്കെ വിഡിത്തങ്ങളാണ് ഈ ഏജൻറ്റുമാർ പറയുന്നത്. ഒരു വിവരവുമില്ലാത്ത താഴേക്കിടയിലേക്കുള്ള ഒരു കമൻറ്റിന് 1 രൂപയും 50 പൈസയും വെച്ച് മേടിക്കുന്ന ഊളകളാണ് കൂടെ നിൽക്കുന്നത്. അപ്പം ഞാനിത് പറഞ്ഞില്ലേ, ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു ആകാശമുച്ചതേ സ്ഥാവരം ജംഗമം വിഷ്ണു വിഷ്ണുമയം ജഗത്ത് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ജലേ വിഷ്ണു സ്ഥലേ വിഷ്ണു, സ്ഥലത്തിനും ജഗത്തിനുമൊക്കെ അധിപതിയായിരിക്കുന്ന വിഷ്ണു. വിഷ്ണുരാകാശമുച്ചതേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. സ്ഥാവരം ജംഗമം വിഷ്ണു വിഷ്ണുമയം ജഗത്ത്. ഈ ജഗത്ത്, ഈ അണ്ടകടാഹം വിഷ്ണുമയമാണെന്ന് പറയുന്നതാണ്. അല്ല, അതിനെ തന്നെ മലയാളീകരിച്ച് നമുക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. അന്ന് തന്നെയല്ല നമുക്ക് മനസ്സിലാകുന്നില്ല. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്നു പര ആചാര്യരൂപഹരി. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ എന്നുള്ളതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിനാളായി നിന്നു. ബോധം വരുത്താൻ വേണ്ടി ആളായിട്ട് നിന്ന് പരമാചാര്യരൂപ ഹരിനാരായണ. ബോധമുള്ളവരെ ആചാര്യനാകാൻ പറ്റുള്ളൂ. ആ ആചാര്യനാണ് മഹാവിഷ്ണു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവൻ എന്തൊക്കെ വിഡ്ഢിത്തമാണ് പറയുന്നത്. അതുപോലെ പരമാത്മാ ദേവത എന്ന് പറയുന്ന മന്ത്രം തന്നെയുണ്ട്. ആ പരമാത്മാ ദേവതയ്ക്ക് പോലും ശ്രീ നാരദായ ശ്രീ ഗായത്രി ചന്ദ പരമാത്മാ ദേവത എന്നാണ് പറയുന്നത്. ഇതൊന്നും ഇവനറിയാതെ ഇവൻ എന്ത് ഊളത്തരത്തിലാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ശിവൻ അങ്ങോട്ട് പോകുന്നു, കൃഷ്ണൻ അങ്ങോട്ട് പോകുന്നു, മറ്റേത് അങ്ങോട്ട് പോകുന്നു. ശിവമയമാണ്. തട്ടിപ്പാണ് സുഹൃത്തെ. ഒരു വിവരവും ബോധവും വിജ്ഞാനവും ഇല്ലാത്ത വേറൊരു അണ്ടനെന്ന് തന്നെ പറയുന്ന അത്ര ഈ മഹാലോകത്തെ വെറുപ്പിക്കുന്ന, ഹിന്ദുസത്തെ വെറുപ്പിക്കുന്ന, ഹിന്ദുമതത്തിൻ്റെ ഗ്രന്ഥങ്ങളെ മൗഢ്യമാക്കിക്കൊണ്ട് ഇവൻ കയറി ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി. ഇത് അന്തസ്സുള്ള ആണുങ്ങളും ജ്യോതിഷിയോ പണ്ഡിത്യമുള്ളവരും അല്ല എങ്കിൽ ഒരു ഭാഗവത പാരായണക്കാരെ പോലും വിശ്വസിക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞ് അത് എങ്ങനെയാണ് നിങ്ങളൊന്നായി ആലോചിച്ച് നോക്കി. സൃഷ്ടിസ്ഥിതി സംഹാരം, അല്ലെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആങ്കാരമായതിന് ആ എന്ന അക്ഷര അതെല്ലാം ബീജാക്ഷരങ്ങളാണ് ഇതിനകത്ത് കിടക്കുക. അതാണ് ഓമെന്ന് തനത് മന്ത്രം ബീജമായത്. അതാണ് സൃഷ്ടിക്ക് പറ്റിയിരിക്കുന്നതായിട്ടുള്ള വിഷയത്തിൽ ആ സൃഷ്ടി സമയത്തുണ്ടാകുന്ന നാദം പോലുമാണെന്ന് സംഗീതജ്ഞർ പറയുന്നു. ഇതിൽ കൂടുതലൊക്കെ നമ്മളെന്തോ അവനിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബോധം വരുത്തുവതി നാളായി നിന്ന പരം ആചാര്യരൂപഹരി നാരായണായ നമ. വിശ്വരൂപമല്ലേ
നമ്മുടെ ഈ വിശ്വരൂപം തന്നെ സിനിമയിൽ കണ്ടിട്ടില്ലേ? വിശ്വരൂപം പ്രാപിച്ചതും പ്രാപ്തമാക്കിയതും ആരാണ്? മഹാവിഷ്ണുവായിട്ടുള്ള ആളാണ്. ആ മഹാവിഷ്ണുവിനാണ് അവതാരങ്ങളുള്ളത്. മത്സ്യക്കൂർമ്മവരാഖഞ്ച നരസിംഹഞ്ച വാമന രാമോ രാമച്ഛ രാമച്ഛ കൃഷ്ണ കൽകി ജനാർദ്ദന. ശരിയല്ലേ സുഹൃത്തെ? ആ എപ്പിസോഡ് എടുത്ത് വെച്ചൊന്ന് കാണുക. കൊച്ചു പിള്ളേർക്കോ മതപരമായിട്ടുള്ള ഹൈന്ദവർക്കോ ഒരു ജാതിയിൽപ്പെട്ടതോ ഒരു മതത്തിൽപ്പെട്ടതോ ഇവരെ ഈ വീഡിയോ കാണരുത്. തെറ്റിപ്പോ പിള്ളേർ. ഇല്ലാത്ത വിഷവിത്താണിവൻ. ആ വിഷത്തെ ഉള്ളിൽ കൊള്ളുന്ന ആളാണ്. നിങ്ങൾക്കൊക്കെ അറിയാലോ, ഒരു പാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന് അന്തരീക്ഷത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ഓസോണിൽ നിന്നും ലഭിക്കുന്നതായിട്ടുള്ള വിഷാംശങ്ങളെ വലിച്ചെടുത്തിട്ട് ഓക്സിജനെ തള്ളുന്ന പിന്നെ ഒരു ഇഴ ജന്തുവാണ് അല്ലേ? ഡുണ്ടുബം സംസ്കൃതത്തിൽ പറയാം. ഡുണ്ടുബ സ്പർശനാദ്യം പിന്നെ അടിഭാഗം കൊണ്ട് ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് നടക്കുന്ന സർപ്പം ആണ് മഹാസർപ്പം എന്ന് പറയുന്നത്. എന്താണ് അത്? മറ്റു സാധനമാണ്. മറ്റേന്ന് പറഞ്ഞാൽ അധമ സർപ്പങ്ങളും ഉത്തമ സർപ്പങ്ങളും എന്നും പറഞ്ഞും അഖില സർപ്പങ്ങളും എന്നും പറഞ്ഞ് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞു, സത്യനാരായണ ഋഷി, ദേവി ഗായത്രി ചന്ദ, പരമാത്മാ ദേവത, പരമാത്മാവ് തന്നെയാണ് ഈ ലോകത്തിൽ പരബ്രഹ്മം എന്ന് പറയുന്നത് ഏതാണെന്നേ. നിങ്ങൾ എന്താണ് ഈ പറയുക അല്ലേ? ഇതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. അവനോട് വരാൻ പറ, തർക്കിക്കാൻ വരാൻ പറ. അതിനെങ്ങനെ വെളിയിലിറങ്ങില്ലല്ലോ. ഇതുപോലുള്ള അടച്ചിട്ട് ചട്ടക്കൂട്ടിൽ കയറി ഇരുന്നിട്ട് വിഡ്ഢിത്തവും പാപ്പരത്വവും പറഞ്ഞ് ശീലിച്ചതും പൂജയോ തന്ത്രമോ അറിയാതെ നടുവിരൽ കൊണ്ട് പൂജ കാട്ടി ചെയ്യുന്ന ഇവനെപ്പോലുള്ളവരെ എന്താണ് ചെയ്യേണ്ടത്? ഹിന്ദുക്കളെല്ലാം കൊണ്ട് അടിച്ചു കൊല്ലണമെന്നാണ് ഞാൻ പറയുന്നത്. കൊല്ലണം ഇവനെയൊക്കെ, അല്ലാതെ വെച്ചോണ്ടിരിക്കില്ല ഒരു സെക്കൻഡ് പോലും. കാരണം ഹൈന്ദവത്തെ വളച്ചൊടിക്കുന്നു, സനാതന ധർമ്മത്തെ വളച്ചൊടിക്കുന്നു, സനാതന ധർമ്മത്തിലുള്ള ശ്ലോകങ്ങളെയും മറ്റു കാര്യങ്ങളെയും വളച്ചൊടിക്കുന്നു. ഒരു 10 ശ്ലോകം അവന് കാണാതറിയില്ല. നിങ്ങൾ അവനെ കയറ്റി നിർത്തി ഒരു 10 ശ്ലോകം ഒന്ന് ചൊല്ലിക്കാവോ? അറിയില്ല, ഗണിക്കാൻ അറിയില്ല. ഇവൻ മറ്റുള്ള വീഡിയോയിൽ ജ്യോതിഷിയൊക്കെ പറയുന്നത് പോലെ ഞങ്ങൾ എഴുതി തരുന്ന ജാതകം നല്ലതാണ്, ഞങ്ങളുടെ പൂജ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷേ മറ്റൊരു ജ്യോതിഷി ഇവനെ കൂടെ എന്നിട്ട് വിളിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ വന്നേ പറ്റുള്ളൂ. ഇവനാണോ തീരുമാനിക്കുന്നത് ഇവൻ്റെ അടുക്കൽ ചെല്ലണമെന്നുള്ളത്? ഈ ഊളനടുക്കൽ ആരാ പോന്നേ? ഇവൻ്റെയൊക്കെ ചെല്ലുന്നവരെ വേണം പിന്നെ അടി കൊടുക്കാനായിട്ട്. പറഞ്ഞ് മനസ്സിലായില്ലേ? ഇന്നലെ അതിൽ 1-2 കമൻറ്റുകൾ ഞാൻ പിന്നെ വിശേഷമായിട്ട് ശ്രദ്ധിച്ചതിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് ലളിതമായ ഭാഷയിലാണ് ഭാഗവത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നത്. ഓങ്കാരമായ പൊരുൾ 3 പിരിഞ്ഞുടനെ അങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിന് നാളായി നിന്നു പരമാചാര്യൻ. നാളായി നിന്ന് പരമാചാര്യ രൂപഹരിനാരായണ എന്നാ പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ പരമാത്മാ തത്വം എന്താണപ്പം? ഇന്നലെ ഒന്നും പറഞ്ഞ് ഇന്നലെ തൊട്ട് തുടങ്ങിയാലോ ഇന്ന് തൊട്ട് തുടങ്ങിയാലോ നാളെ തൊട്ട് തുടങ്ങിയാലോ തീരുന്ന ആ ജന്മം ഇരുന്ന് തീരാത്തതായിട്ടുള്ള വിശദീകരണങ്ങളും വിശകലനങ്ങളുണ്ട്. 4 ലക്ഷത്തോളം പദ്യങ്ങളടങ്ങിയ വേദത്തിൽ നിന്ന് ഊരിത്തിരിഞ്ഞ് വന്നിരിക്കുന്നതായിട്ടുള്ള ശാസ്ത്രമാണ് ജ്യോതിഷം അല്ലേ? ഒരുപാട് സംഘങ്ങൾ, ശിക്ഷ, മീമാംസ, ഇതൊക്കെയുണ്ട്. തിരുക്കുറളിനകത്തൊക്കെ ഇത് വർണ്ണിക്കുന്നുണ്ട്. നിങ്ങൾ തിരുക്കുറളൊക്കെ വെച്ച് നോക്ക്. ഇവൻ പാണ്ഡ്യല്ലേ? പാണ്ഡ്യന്ന് വന്നതല്ലേ? പാണ്ഡ്യന്ന് സ്വർണ്ണ മോഷണക്കാരൻ. ഇന്നലെയും പറയുന്നത് കേട്ട് ഇൻ്റർവ്യൂവിൽ പിള്ളേർ ഇവരെല്ലാവരും എഴുതി പുച്ഛിച്ച് ചിരിക്കുവാണ് സുഹൃത്തി. ഇന്ന് ലോകത്തിലല്ല കേരളത്തിന് വേണ്ടാത്ത ഒരു നശൂലം അത് തന്നെയല്ലല്ലോ അവൻ ചെയ്യുന്നത്. ഒരു സ്ക്വയറും ഒരു മട്ടനും പിന്നെ 2 കരി ഒരു വെള്ളപ്പൊടി ഇട്ടതിന് ശേഷമാണ് ഗണപതി പൂജ ശൂലവും വരച്ച്. ഗണപതി പൂജ 12 മണിക്കാണ് ഗണപതി പൂജ. ഇതിന് പിന്നെ കാളഹസ്തി ആര് കണ്ടുപിടിച്ചോ? ഇവൻ്റെ അപ്പം കണ്ടുപിടിച്ചതാണോ പാണ്ഡി? എന്നിട്ട് 2 പൂസാറിയായിരുന്നെന്ന്. ഏത് ക്ഷേത്രത്തിലെ അത് പറയുന്നില്ലല്ലോ. അവൻ പറയട്ടെ ഇന്ന ക്ഷേത്രത്തിലെ പൂജാരിമാരായിരുന്നു, അവിടെ മറ്റുള്ളവരായിരുന്നു പൂജിച്ചോണ്ടിരുന്നത്. ഇവനറിയത്തില്ല പൂജ. പിന്നെ ഇവൻ്റെ രക്തത്തിലുള്ള തട്ടിപ്പീര. ആ തട്ടിപ്പീരിനെ കുറിച്ച് ഇനി നമുക്ക് പറയാം. ഓൺലൈൻ മാഫിയ അല്ലെങ്കിൽ ബിനാമി ഇടപാടുകൾ ഇവന് ഒത്തിരിയുണ്ട്. ഈ കർത്ത എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അടുക്കൽ നേരത്തെ വരുന്നവരെ 50,000 1 ലക്ഷമൊക്കെ
ഫണ്ടല്ല പൂജ എന്ന രീതിയിൽ അവിടെ ഇട്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ കേരളത്തിലും കേൾക്കുന്നവർക്ക് കേൾക്കാം, വിദേശത്തുമൊക്കെയുള്ള ആൾക്കാരെ ഈ പൂജാതി വിഷയങ്ങളൊന്നും കാണാതെ കാര്യസാധ്യമാണെന്ന് പറഞ്ഞ് മാസം ഇവൻ അങ്ങോട്ട് വിളിക്കുകയും ചെയ്ത് ഓരോ ലക്ഷം രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ വെച്ച് ഇവന് കൊടുക്കുന്നുണ്ട്. ഇവൻ അവിടെ ഒരു ഉണ്ണാക്കും ചെയ്യുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ഇവൻ പൂജ ചെയ്യുന്ന ഹരീന്ദ്രഹോമം ചെയ്യുന്നതായിട്ടുള്ള ഒരു വീഡിയോ എടുത്ത് മന്ത്രോച്ചാരണ സഹിതം ഇട്ട് കൊടുക്കുക, പറ, സൗണ്ട് ഉൾപ്പെടെ. ഒരു സുദർശനം ചെയ്യുന്നത് മന്ത്രോച്ചാരണ സഹിതം പറ. ഇവിടെ അവൻ പറയുന്നിട്ട് ചമത അരക്കൈ നീളമുള്ളതാണ് ഞങ്ങൾ ഇടുന്നതെന്ന്. എടാ അണ്ണാക്കിൽ സാധനം തിരികാനേ പറഞ്ഞ് മനസ്സിലായി. ആനപ്പിണ്ടത്തെ പോലെ ചോറ് ഉരുട്ടിയാൽ നിൻ്റെ അണ്ണാക്കി കയറുകൂടാ. ഇതൊരു ശാസ്ത്രമാണ്, തന്ത്രമാണ്. കൽപ്പം, വ്യാകരണം, ഇതൊക്കെ ചേർന്നാണ്. അതിനറിവ് വേണം. ദൈവജ്ഞം അതിന് വചനം എന്തുവാണ്? നീ ഒന്ന് പറഞ്ഞ നിന്റെ ആചാര്യ സംവാദം അനുസരിച്ച്, നിന്റെ ആചാര്യ സംവാദം അനുസരിച്ചിട്ട് ഒരു ദൈവജ്ഞൻ എങ്ങനെ ഉള്ളവനായിരിക്കണം? അതെങ്ങനെ ഒന്നും അറിയത്തില്ലല്ലോ. അവിടെ കണ്ട് തനത് ജ്യോതിശാസ്ത്രത്തിൻ്റെ പ്രശ്നരീതികൾ എന്ന് പറയുന്ന ഒരു പുസ്തകം മേടിച്ചു വെച്ചു. അതെങ്കിലും ഒന്ന് പഠിക്കേ. ദൈവജ്ഞൻ പ്രാതകാലത്തങ്ങ് എഴുന്നേറ്റുടൻ ദേഹശോധന, ആദ്യം ഒന്ന് കുളിക്കുകയും നനയ്ക്കുകയും ചെയ്യുക. പറഞ്ഞ് മനസ്സിലായില്ലേ? അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യുക. പഴയ കാലത്ത് മുനിമാരും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് കുളിച്ച് ഗംഗയെ ആവാഹിച്ച്, അതുപോലെ തന്നെ ഇവൻ്റെ മറ്റേ ഗംഗയാണ്, ഒലിച്ചു വരുന്ന ഗംഗയാണെന്നാണ് പറയുന്നത് ഇവൻ്റെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഒലിച്ചു വരുന്ന ഗംഗ. എടാ ഈ മന്ത്രോച്ചാരണത്തിനൊക്കെ ശക്തിയും ബന്ധങ്ങളും ഉള്ളതാണ്, മനസ്സിലായില്ലേ? അങ്ങനെ കുളിച്ച് ശൗച്യം ചെയ്തതിന് ശേഷമുള്ളത് വൃത്തിയാക്കുന്ന പോലും മണ്ണിലായിരുന്നു. അതുകൊണ്ടാണ് രോഗദുരിതങ്ങളൊന്നും ഉണ്ടാകാതിരുന്നിട്ടുള്ളേ. മനസ്സിലായോ? വടക്ക് നോക്കി ഇരിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യമാണ്. തെക്ക് വടക്ക് നമുക്ക് ഊർജ്ജമുള്ളതാണ് കേരളം എന്ന് പറയുന്നത്. ഇതൊക്കെ പഠിക്കാതെ 4ാം ക്ലാസ്സിലും ഗുസ്തിയും വ്യാജ 5000 രൂപ കൊടുത്ത് വ്യാജ ഡോക്ടറേറ്റും കുറേ കിമ്പളം കൊടുത്ത് ബ്രഹ്മത്രീ ഒന്നും എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. നീ എന്താണ് തപസ് ചെയ്ത് നിനക്ക് തപോബലം വന്നേ? നീ എന്നാടാ തപസ് ചെയ്ത് തപോബലം വന്നേ? ഈയിടെ ഫിലാഡൽഫിയ എന്ന് വന്നിട്ട് അവരൊക്കെ പോയടേ. അമേരിക്ക വന്നോ? എടാ നീ ആ സായിപ്പ് അമ്മച്ചിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ, നീ ആ സായിപ്പ് അമ്മച്ചിയുടെ വോയിസ് ഒന്ന് എടുത്തിട്ട് കേൾപ്പിച്ച് ഇതിനെ വിളിക്കുന്നതായിട്ടുള്ളേ വീഡിയോ കോൾ ചെയ്യാമല്ലോ അവർക്ക്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇവന് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരുവനന്തപുരത്തൊരു കള്ളനുണ്ട്, ഒരു വാസ്തു എന്ന് പറഞ്ഞൊരുത്തൻ. ആ നാറി ഇവന് അവിടുന്ന് നമ്മുടെ എയർ ട്രാവൽസിൽ നിന്ന് കാശിന് കൊണ്ട് കൊടുത്ത ആളാണ്. തട്ടിപ്പിൻ്റെ ഉസ്താദാണ്. നിന്ന് തിരിഞ്ഞ കള്ള പറയുന്നത്. ആ ചാനലുകാരനോട് നിങ്ങൾ കാണിച്ചു കണ്ടില്ലേ? അങ്ങ് വെപ്രാളം. ഇവൻ എന്തോയിൻ്റെ വെപ്രാളമാണ്. മൂലക്കൂരും ഉണ്ടല്ലോ, അങ്ങനെ ഒരു കാര്യമുണ്ട്. തന്തയ്ക്കും മൂനുമുണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ്? ചെത്തിക്കളയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതിന് മറ്റേ പൊള്ളിക്കാരി വരുന്നില്ലല്ലോ, കണ്ണട വെച്ച് വരുത്തി വരുമായിരുന്നല്ലോ, ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടാ. എവിടൊക്കെ കൊണ്ട് കാശ് മുടക്കി പെണ്ണുപിടിയും കള്ളുകൂടിയും കുറേ കൊണ്ട് കോതമംഗലത്ത്, പിന്നെ ആമ്പല്ലൂർ കുളത്തിൽ കൊണ്ട് കലക്കിയത് സ്വർണങ്ങളായിരുന്നു. സ്വർണങ്ങൾ മനസ്സിലായല്ലോ, ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണങ്ങൾ ചുമ്മാ കിട്ടുന്നതല്ലേ സുഹൃത്തേ? 1 ലക്ഷം 4.5 ലക്ഷം എന്നും പറഞ്ഞ് നിങ്ങൾ ആലോചിച്ചു. വേണ്ടേ ഹോളോ ബ്രിഡ്ജ് വെച്ച് കെട്ടിയിട്ട എൻ്റെ മഹാക്ഷേത്രം എന്ന് പറയുന്നത്. അതിനകത്ത് കുറേ മണ്ണും അടിച്ചിട്ടതിന് ശേഷം അതിനകത്ത് വന്നിരിക്കുന്നതായിട്ടുള്ള ഇത് പണിയുന്നതിന് മുമ്പ് ഒരു അലക്ക് കല്ലിട്ട് അവത്തലൊരു കലൂരിൽ നിന്നോ ആലുവയിൽ നിന്നോ കണ്ട് മേടിച്ച ഒരു നാഗവിഗ്രഹം കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ട് അതോ കണ്ടോൻ്റെ മൂവി വന്നിട്ട് നാഗരാജാവ് നാഗേക്ഷി വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം എപ്പോഴാണ് നടത്തിയത്? ദക്ഷിണായന കാലത്ത് വന്നേ. പറഞ്ഞ പാമ്പ് ചിലപ്പോൾ തിരിഞ്ഞും കൊത്തുമെന്നൊരു ചൊല്ലുണ്ടല്ലോ. അതുപോലെ തന്നെ ഇവനെ വിമർശിക്കാൻ മറ്റൊരു കാരണം കൂടെ ഞാൻ പറഞ്ഞല്ലോ, ഓൺലൈൻ തട്ടിപ്പ്. 2 നട്ടും ബോൾട്ടും ഇട്ട ഗണപതിയുടെ ഇടുക്കൽ ഇന്നും പൂജയാണെന്ന്. മന്ത്രം ചൊല്ലി പൂജ ചെയ്യാൻ പറയണം.
അവൻ ഉടനെ പറയും ഞങ്ങളുടെ ശാസ്ത്രത്തിൽ അവൻ രക്ഷപ്പെടാൻ വേണ്ടി, തട്ടിപ്പ് നടത്തുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവൻ ഈ ഞങ്ങളുടെ ശാസ്ത്രത്തിൽ അങ്ങനെയുള്ളതെന്ന് പറയുന്നത്. പിന്നെ നമ്മളൊന്നും ചോദിക്കത്തില്ലല്ലോ, നമുക്കൊട്ടും അറിയത്തുമില്ല, നമ്മളോട് കേട്ടിട്ടുമില്ല, അണ്ടകടാകത്തിലുള്ളവരാരും കണ്ടിട്ടുമില്ല, ഒരു ഒരു ഋഷിയും രചിച്ചതല്ല. പറഞ്ഞു മനസ്സിലായില്ലേ? സന്തോഷ് പേരിട്ട് കൊടുത്തതാ ഒരു ഗും വരട്ടെ എന്ന് പറഞ്ഞ്. നിങ്ങൾക്കറിയാമോ അവിടെ നിന്ന് കണ്ണാടി വെച്ച വണ്ണമുള്ള ജോലിയൊന്നും പോകാതെ ആദ്യം ഒന്ന് പോയിട്ട് തെണ്ടി രണ്ടാമത് കാല് പിടിച്ച് വലിഞ്ഞു കയറിയാൽ. എന്നെ വന്ന സുഹൃത്തെ, ഇവനെടുക്കേന്ന് പോകുന്ന ഒരാളും തിരിച്ചു വരില്ല. അവിടുന്ന് പോയിരിക്കുന്ന മേൽശാന്തിമാരെല്ലാം അതുപോലെ അവഗണന അനുഭവിച്ച് ജാതിപരമായിട്ട് ആദിവാസികളെയും SC/ST ഒക്കെ തട്ടിപ്പിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ഗണകനാണെന്ന് പറയുന്നു. അപ്പോൾ ഈ ശ്രീനാരായണ ഗുരുവൻ ഗണകനാണെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഗണക സമുദായത്തിൻ്റെ കാര്യം നിങ്ങളോടൊന്ന് പറഞ്ഞിരുന്നു. ഗണക രീതിയിലുള്ള 3-4 ഓരോ ജാതിക്ക് 3-4, ഇപ്പോൾ വെള്ളാളപ്പിള്ള, പിള്ള, അല്ലെ വിളക്കിത്തല, അങ്ങനെയൊക്കെ ഇല്ലേ? നായർക്കാണലും SNDPക്കും അങ്ങനെ ഉണ്ട്, എല്ലാ ജാതികൾക്കും അങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ ഗണക സമുദായം എന്ന് വെച്ചാൽ ജനറൽ കാസ്റ്റിൽ വന്നിട്ട് അതിന് തെളിവ് സഹിതമാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ആ വീഡിയോ. അപ്പം ജനറൽ കാസ്റ്റിൽ വന്നതിന് ശേഷം 88-89, എനിക്ക് ആ ഡേറ്റ് ഓർമ്മയില്ലെങ്കിലും കെ കരുണാകരൻ്റെ മന്ത്രിസഭയിലാണ് പിന്നോക്ക വിഭാഗം അല്ലെങ്കിൽ OBC ആക്കിയത്. ഇപ്പോഴും അവർ അതിലോട്ട് താഴാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സംഘടനക്കാർ. അപ്പം കേരള ഗണക കണിയാർ സഭകളുണ്ട്. അതിൽ 2 കൂട്ടരാണ് ഗണകാർ. പണിക്കർ സ്ഥാനം കിട്ടിയ ഗണകരും ഗണകരാണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഗോളം, ശാസ്ത്രം, നിമിത്തം ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കണിയാർ എഴുത്തച്ഛൻ രീതിയിലുള്ളതുകൊണ്ട് അവരാണ് എഴുത്തിനെഴുതിക്കൊണ്ടിരുന്നത്. അവരിൽ നിന്നുള്ളതാണ് വൈദ്യം പോയിരിക്കുന്നത്. അപ്പോൾ പഴയ കാലത്തൊക്കെ രാജകൊട്ടാരത്തിലായിരുന്നു ജ്യോതിഷവും വൈദ്യവും ഒക്കെ നിലനിന്നിരുന്നത്. എഴുത്തിനെഴുത്തും കുട്ടികളെയൊക്കെ എഴുതി അന്ന് പുറത്തുവിടില്ലായിരുന്നു. അപ്പോൾ ഈ കണിയാർ ആൾക്കാരാണ് അവിടെ എഴുത്തിനെഴുത്തുകയും മറ്റും പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ പണിക്കർ എന്ന് പറഞ്ഞാൽ രാജാവ് കൊടുക്കുന്ന സ്ഥാനമാണ് കേട്ടോ. അല്ല ഇവൻ പറയുന്ന പോലെ ശ്രീനാരായണ ഗുരുദേവൻ കൊടുക്കുന്നതൊന്നുമല്ല. അപ്പോൾ ആ ഗണക സമുദായം ജനറൽ കാസ്റ്റ് ചെയ്യുന്നിട്ട് OBC ആയതാണ്. അത് സർക്കാരാണ് പറയുന്നത്. ഇപ്പം കേട്ടോളൂ, നിങ്ങളത് കേട്ട് കാണുമായിരിക്കുമല്ലോ. അപ്പം അതിനെ അവൻ മോശമായിട്ട് ചിത്രീകരിക്കുന്നു. അതുപോലുള്ള ഇങ്ങനെയുള്ള വിഷയത്തെ. അതുപോലെ ഓൺലൈൻ തട്ടിപ്പ് നിങ്ങൾ നിർത്തുക. നിങ്ങളെ നേരിൽ വന്ന് കണ്ട് ബോധ്യമായി പൂജ ചെയ്യിപ്പിക്കുക. തട്ടിപ്പെന്ന് പറഞ്ഞാൽ പൂക്കുറ്റി തട്ടിപ്പാണ്. അതുപോലെ തന്നെ ഓരോ വീടാന്തരം കയറിയുള്ള അതും ഇന്നലെ പറയുന്നത് കേട്ടു. ഒരു ഇവിടെ നിലമ്പൂരിനടുത്ത് ഒരു വീട്ടിൽ കയറി, അവരുടെ വീട്ടിൽ കയറി ഒരു നീളമുള്ള കറുത്തിട്ട ആ സ്ത്രീ എന്നെ വിളിച്ചിരുന്നു. അവരെ വീഡിയോ കോൾ എന്നെ വിളിച്ചറിയാമോ? എനിക്കറിയാവുന്നതാണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് രണ്ടാമത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇരുനിറമാണ് കാണാനൊന്നും നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞ് അവരുടെ വീട്ടിൽ വെച്ച് ഒരു മീറ്റിംഗ് കൂടി. അത് കഴിഞ്ഞ് ഈ മലം നിറഞ്ഞിരിക്കുന്ന അപ്പൻ്റെ അടുക്കൽ അല്ലെ പാണ്ടിക്കല്ലിൻ്റെ അടുക്കൽ പോയി തൊഴുതു. ആദ്യം അവിടെ പോയപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി. അതെന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങൾ ചിന്ത്യം ജനപദം ന്യൂനം. നമ്മളെ ഉത്സവത്തിനൊക്കെ പോയി കുറേ ആളെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ മനസ്സിൻ്റെ ആയിട്ടുള്ള ഒരു സൈക്കോളജി രീതിയിലുള്ള ഒരു സന്തോഷം തോന്നി. പിന്നെ വന്നു കഴിഞ്ഞ് ആവാഹന പൂജയും ചെയ്ത് ഇന്നു വരെ ആ വീടിനൊരു ഗുണം പിടിച്ചിട്ടില്ല. അറിയാമോ? അതൊക്കെ ഞാൻ പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം. ഇവരൊക്കെ വ്യക്തമാക്കരുത്, അല്ലെ വീഡിയോ ക്ലിപ്പ് വിടലെന്ന് പറയുന്നതിന് മറ്റൊരു കാര്യമുണ്ട്. ഒരു ജ്യോതിഷി അല്ലെ ഒരു വൈദ്യൻ, ഒരു അഡ്വക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ അദ്ദേഹത്തിനടുക്ക് ചെല്ലുമ്പോൾ നമ്മളെ രഹസ്യങ്ങൾ ഒരു ഭണ്ഡാര രീതിയിൽ ഇറക്കി വെക്കും. പറഞ്ഞ് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഒരു അവിഹിത ബന്ധമുണ്ടെങ്കിൽ, മക്കൾക്കൊരു അവിഹിത ബന്ധമുണ്ടെങ്കിൽ, അല്ലെ മറ്റു രീതിയിലുള്ള അവിഹിത ബന്ധമുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെ ഇവനോട് ഇത് പറയുമ്പോൾ ഇവനത് റെക്കോർഡ് ചെയ്യും. നിങ്ങളത് വെക്കണം. നിങ്ങൾ കബഡി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്ന സാധനം ഇവൻ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ഇവൻ ആ ഷെഡിൽ ചെല്ലാതെ വരികയോ ആ ഇല്ലത്തിന് ചെല്ലാതെ വരികയോ ചെയ്യുവാണെങ്കിൽ ഈ സാധനം ഇട്ട് വീഡിയോയിൽ കൂടെ കലക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവർക്ക് ധൈര്യം കാണത്തില്ല ഇത് കൊടുക്കാൻ. അങ്ങനെ ഒത്തിരി വീഡിയോ ക്ലിപ്പാണ്. കേസ് വരട്ടെ. അപ്പോൾ ഇവൻ പറയുന്നത് അവനെ അങ്ങ് പൂട്ടും,
ഞൊട്ടുമെന്ന് പറയുന്നു. അപ്പം നിങ്ങൾ ഹൈന്ദവർ കണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇവന് വിശദമായിട്ട് പരാമർശിക്കുന്ന കോൺഗ്രസ് സർക്കാരിനെയും അതുപോലെ തന്നെ ഒരു അഡ്വക്കറ്റായ ബിന്ദു കൃഷ്ണ മാഡത്തെയും നമ്മുടെ മിനിസ്റ്ററാ, ഏത് പിന്നെ പാർട്ടിക്കാരിയാണെങ്കിലും BJP ആണെങ്കിലും എല്ലാം. അപ്പോൾ ബിന്ദു കൃഷ്ണയെ വിമർശിക്കുന്നു VD സതീശൻ. അപ്പോൾ VD സതീശനോ ബിന്ദു കൃഷ്ണയോ അവൻ പറയുന്നത് കേട്ടില്ലേ? VD സതീശനോ ബിന്ദു കൃഷ്ണയോ വിചാരിച്ചാൽ, ഇന്നത്തെ കേരള മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഇവനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല, ഇവനെ ചെത്തിക്കളയുമെന്നാണ് അവർ പറഞ്ഞതെന്നാണ് പറയുന്നത്. അവനാവുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ ഇവൻ ഇന്ത്യൻ രാഷ്ട്രപതിയല്ലേ, അംബേദ്കറിൻ്റെ കൊച്ചുപോനല്ലേ. ജാതി ഏതാ മതമേതാന്നറിയാതെ പാണ്ഡ്യയിൽ നിന്ന് കേരളത്തിൽ വന്ന് അതും പിന്നെ ഒട്ടുമിക്ക പിന്നെ എന്താ പണികളെല്ലാം ചെയ്ത് പിന്നെ കപ്പലണ്ടി കച്ചവടം നടത്തി, മുളക് പൊടി കച്ചവടം നടത്തി, തമിഴ്നാട്ടിൽ ചിന്ന വീട് വെച്ച് ഈ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് തട്ടിപ്പുകൾ വെച്ചാൽ വാറ്റ് വരെ ഉണ്ടായിരുന്നു അരിഷ്ടത്തിനകത്ത്. അല്ല എങ്കിൽ ഈ വേറൊരു ഇതൊന്നും പറയാനുള്ള എന്തോ നമ്മൾ ഈ ക്രിസ്ത്യൻസൊക്കെ കുടിക്കുന്ന അച്ഛന്മാർ കുടിക്കുമ്പോൾ അപ്പം വീഞ്ഞല്ലല്ലോ, അതിന് വേറെ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. അറിയാം, വീഞ്ഞിനകത്ത് ഈ സാധനം എങ്ങാണ്ട് ലയിപ്പിച്ചും അരക്ഷത്തിനകത്ത് ലയിപ്പിച്ചും കൊടുക്കുന്നതായിട്ടുള്ള നമ്മുടെ കലാമണി ചേട്ടൻ്റെ അടുത്തുള്ള ഒരു കമ്പനിയുമായിട്ട് ഇവർ ടച്ചപ്പ് ഉണ്ടായിട്ടുള്ള ചെറുപ്പക്കാർക്ക് മൊത്തം പട്ട കൊടുക്കുമായിരുന്നു. എന്നിട്ട് SNDPക്കാർ പട്ട വയ്ക്കുമെന്ന് പറയലേ. അതുപോലെ തന്നെ ഇവൻ നാനാക്ഷേത്രങ്ങളെക്കുറിച്ചും പിന്നെ ഗൗരവമായിട്ട് തന്നെയാണ് ഇവൻ നിഷേധിക്കുന്നത്. കാരണം പിന്നെ നമ്മുടെ ഗുരുവായൂരപ്പനെ, മണ്ണാർശാലമ്മ. അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചു, കൊടകര കുസുമിക്ക് എങ്ങനെയാ ഈ 3 കുത്തിയത്? ഒന്ന് ആസനത്തിൽ കൂടെയും ഒന്ന് മറ്റിടത്തൂടെയാണോ വന്നത്? ഒന്ന് വായിക്കൂടി. പറയുന്നത് മണ്ണാർശാലമ്മ പാമ്പ് കുഞ്ഞിനെ പെട്ടെന്ന്. ഐതിഹ്യ കഥകളിലും അല്ലെ കഥാതന്തുക്കളിലും വ്യക്തമായിട്ടും അവിടെ ചെന്നുകളാ പോസിറ്റീവ് എനർജിയാണ്. അവരാരും നിൻ്റെ കൂടെ തെണ്ടാൻ പോകുന്നില്ല, അല്ലെ പിച്ചപാത്രത്തിൽ കൈയിട്ട് തക്കാൻ പോകുന്നില്ല. തലയ്ക്കിടയിലുള്ള പാവങ്ങളെ പറ്റിച്ച് കടോ എടോ ഒക്കെ എടുത്ത് ചിട്ടിയും പിരിച്ച് ഇപ്പം ശരിയാക്കി തരാം, ഇപ്പം കോടീശ്വരം എടുക്കും. പക്ഷെ നീ അങ്ങനെ എഗ്രിമെൻ്റ് കൊടുക്കുമ്പം അവർക്കൂടെ ഉത്തരവാദിത്തത്തിനുള്ള എഗ്രിമെൻ്റ് കൊടുക്കാത്ത രസീത് എഴുതി കൊടുക്കണം. നീ പ്രശ്നം വെക്കുന്നതിന് ചാർത്ത് കൊടുക്കണം. നീ പറയുമല്ലോ ദാരിദ്ര്യവാസികളാണ് പാരമ്പര്യക്കാരെന്ന് പറയുന്നത്, ആ തഴയ്ക്കിടയിലുള്ളടുത്ത് ചെന്നാലും പക്ഷേ അവരൊരു ഷീറ്റ് പേപ്പർ ലെറ്റർ പാഡ് അടിച്ചു വെച്ചിരിക്കും. പിന്നെ താഴേക്കിടയിലൊന്നും ആരും ഉള്ളവരില്ലടേ. ആകെ അതാ ഞാൻ പറഞ്ഞത്, ഗണക സമുദായത്തിന് 3-4 വിഭാഗങ്ങളുണ്ടെങ്കിൽ തന്നെയും അവരൊക്കെ സാമാന്യനെങ്കിലും ശാസ്ത്രം പഠിച്ചതും അല്ലെങ്കിൽ വേരയിൽ നാരയിൽ കൂടെങ്കിലും പോയിട്ടുണ്ട്. നിൻ്റെ വേരയിൽ എന്തോടാ പോയിക്കുന്നത്? മോഷണമല്ലടാ പോയിക്കുന്നത്. തേണ്ടി ആരെ പറ്റിക്കുക എന്ന് പറഞ്ഞു മാക്സിമം റിറ്റെയിൽ പ്രൈസ് ഇട്ട് കച്ചവടം നടത്തി യഥേഷ്ടം കാശിന് വിറ്റോനാ. ഇവന് കിണ്ടിയായിരുന്നു ഉണ്ടായിരുന്ന, ആകെയുള്ള ഒരു ഏഷ്യർ മാത്രം ഉണ്ടായിരുന്നു. അതും കടോ ഇടോ എല്ലാം എടുത്ത് ഭാസി സാർ മേടിച്ചു കൊടുത്തു. ഒരു ചായ മേടിച്ചു കൊടുത്തുകൊണ്ടിരുന്ന 3 വർഷങ്ങൾക്ക് മുമ്പ് ഭാസി സാറാ, അറിയാവോ? നിങ്ങളത് മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് അവൻ്റെ വീട്ടിലെ പച്ചക്കറി ഉപ്പ് വരെ മേടിച്ചുകൊണ്ട് കൊടുത്തത് ദേവരായനായിരുന്നു. നിങ്ങളതറിയോ? ദേവരായന്, സോമരായന്, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ, കലാധരന്. ഇവരൊക്കെ അവൻ്റെ വീട്ടിൽ ചിലവ് നടത്തിക്കൊണ്ട് എഴുതുവാനാ. അതുപോലെ തന്നെ മഹേഷ് ഓട്ടോ ഓടിക്കൊണ്ട് വരുന്ന കാശ് ഒരു കാശായി കഴിഞ്ഞപ്പോൾ 5 പൈസ പോലും ഇവർക്ക് കൊടുത്തിട്ടുമില്ല. അത് തന്നെയുമല്ല, അവരുടെ ശാപങ്ങളൊക്കെ നിലനിൽക്കും. മരിച്ചുപോയി മഹേഷ്. അതിൻ്റെ ആയിട്ടുള്ള ആത്മാവ് ഞാൻ മുമ്പേ പറഞ്ഞോളൂ, ഒരാത്മാവുണ്ടല്ലോ. ഓങ്കാരമായ പൊരുൾ 3 പിരിഞ്ഞ് ഉടനെ അങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിന് നാളായി നിന്ന പരമാചാര്യ രൂപഹരിനാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ. അപ്പോഴേ അത് ഭാഗവത്തിലെ ഉഗ്ര രീതിയിലുള്ള അർത്ഥങ്ങൾ വിന്യസിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ലൈൻ കൊണ്ട് 7 ദിവസം സപ്താഹത്തിനിരിക്കാം. സപ്താഹം നടത്തുന്നത് എങ്ങനെയാണെന്നറിയാവോടാ നിനക്ക്? 1-ാം നാളിൽ ഉരയ്ക്കണമജാമിള മോക്ഷകഥയെ എന്ന് പറഞ്ഞിട്ട് ഇതിനെല്ലാം ക്രമമുണ്ട്.
ഒരു ക്ഷേത്രത്തിൽ പായസം വെക്കുന്നതിന് ക്രമമുണ്ട്. അപ്പം ഇതെല്ലാം ശിവനാണ് 26 എണ്ണത്തിനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. എന്തിനാ? ഭണ്ഡാരം ഉണ്ടാക്കി വെച്ചിട്ട് 21 ഇട്ടുള്ളൂ. തട്ടിപ്പാണ് സുഹൃത്തെ. ഹരീന്ദ്രഹോ എന്ന് പറഞ്ഞാൽ പൂക്കുറ്റി തട്ടിപ്പാണ്. ഗണപതി എന്ന് പറഞ്ഞാൽ ഒരു സാന്നിധ്യവുമില്ല. കണ്ടോന്നെ ഭൂമി മേടിച്ച് അവിടെ ഒതുക്കത്തിൽ കെട്ടി, പല ഭൂമിയും നോക്കി ഒതുക്കത്തിൽ കെട്ടി അവിടെ പാമ്പും പാറ്റയും പല്ലിയും പരുതാരയും എല്ലാം ഉടുമ്പ് വരെ ഉണ്ടായിരുന്നു. ഇവനെ ചുട്ടു തിന്നുന്ന സാധനം, ഇവൻ്റെ കുലക്കാര് ചുട്ടു തിന്നുന്ന ഉടുമ്പ് വരെ അവിടെ ഉണ്ടായിരുന്നു. ആ ഉടുമ്പ് 2 പാറ പോലിരിക്കുന്നിടത്തായിരുന്നു ആ ഹനുമാനെ വെച്ചതിൻ്റെ ഇപ്പുറത്ത്. ചോദിച്ചു നോക്ക് നിങ്ങൾ അവിടെ ഉള്ള ആരാ. കൊടകര കുസുമിയാണ് ചോദിച്ച് 3 പേസ്റ്റ് കാച്ചിയ ഇവളുമാരെ അടിച്ച് പൊടിമാരുടെ ചെവിക്കന്നെ അടിച്ച് പറിക്കണം. സ്വന്തം അധ്വാനിച്ച് ജീവിച്ചിട്ടില്ല, അറിയാവോ? ആരുടെയും പിഴിയുക. നമുക്കറിയത്തില്ലേ, പിന്നെ എന്തുവാ ആമ്പല്ലൂർ ആ കുളമെന്ന് പറഞ്ഞാൽ വിശാല ഹൃദയമായ കുളമാണ്. പറഞ്ഞു പറയോ, ചിലർ കൊണ്ട് വീടൊരുക്കും ആ കുളത്തിലോട്ട്. മറ്റൊരു വിപ്പറിനുണ്ട്, ചിലവിന് കൊടുക്കും. ആഴ്ചയിൽ പച്ചക്കറി മറ്റ് സാധനമൊക്കെ മേടിച്ചു കൊടുക്കും. പിന്നെ SBIയിൽ ഒരു ലോണുണ്ട്. അത് ആ ലോൺ ഈ കുളത്തിനകത്തോട്ടാണ് പോകുന്നത്. ജലാശയത്തിൽ മുങ്ങി പൊക്കോണ്ടിരിക്കുകയാണ്. പറഞ്ഞു മനസ്സിലായി. കുളം നല്ല സാമാന്യ രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് കിടന്ന് 2 അത്തറും പൂശി നിന്ന് കഴിഞ്ഞാൽ 1 2 എണ്ണമാണോ? വെടിസ്വാമി തന്നെയല്ല, അത് എത്ര എണ്ണമുണ്ട് ആ കുളത്തിൽ പോയി മുങ്ങുന്നവർ. അതിനടുത്തുള്ള പിന്നെ ഒന്നാമത്തെ കാര്യം, ചെറുപ്പക്കാരെല്ലാം പറയുന്നത് കൊളമാന്നാ പറയുന്നത്. സംശയമില്ലാത്ത കാര്യമാണ്. എന്തിന്? അതിനേക്കാൾ വലിയ ചീഞ്ഞ കുളമാണ് കൊടകര കുസുമി. ഒരു സ്ത്രീ പോയി കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു പുരുഷനെ പോയി കെട്ടി ഭാര്യയാക്കി, താലി കെട്ടിയത് വെടിസ്വാമി. കാരണം എന്താ വെച്ചാൽ നാഗരാജാവിൻ്റെ സാധനം ഈ തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ ബഹുവിധ വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ കമ്മീഷൻ കോടീശ്വരിയായി. നക്കാൻ പിള്ളേർക്ക് വല്ലതും കൊടുക്കണ്ടേ? അധ്വാനിച്ച് നക്കിക്കണം. പിന്നെ ഞാൻ ഇന്നലെ പറയല്ലോ, 6 വാണി, 6 രീതിയിലുള്ള വാണികൾ, വാക്കുകൾ. ചതിക്കുക, ഭർത്താവിനെ ചതിക്കുക, മക്കളെ ചതിക്കുക, ഒരു പുരുഷനാൽ നിൽക്കപ്പെടാതെ വരിക, അസഭ്യം പറയുക, നാക്ക് വളച്ചൽ കള്ളം പറയുക, ഇങ്ങനെയൊക്കെയുള്ള 6 വാണി. വാണി എന്ന് പറഞ്ഞാൽ വാക്കെന്നാ. ഇച്ചി എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ്. 6 വാണി തുരിഞ്ഞാൽ ഗീർവാണം പോകുന്നതാണ് പറയുന്നത്. ആണുങ്ങളുടെ അങ്ങ് കുണ്ടലിനി കിടക്കുന്ന ശ്വാസം സഹസ്രാരതല പത്മത്തിലൂടെ മേളോട്ട് ചിലപ്പം എവിടെ ചെന്ന് അടിക്കുന്നത് തരത്തില്ല. വേളി മാവോ കായോ ചക്കയോ തെക്കോ വല്ലതും നിൽക്കുവാണെങ്കിൽ ഒത്ത ചെന്ന് അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. കുറേ ഊളന്മാർ, കുറച്ച് ആമ്പിള്ളേരുണ്ട് ചെറുപ്പക്കാർ, വെറും ഊളകൾ. ഇവരൊക്കെ ഇതിനകത്തുനിന്ന് എന്തോ കിട്ടാനാന്ന് പറയും. ഈ നക്കാപ്പീച്ചയ്ക്ക് വേണ്ടി കൊടകര കുസുമി വയ്ക്കാൻ 2500 രൂപയ്ക്ക് അവിടെ വില ചെയ്യുന്നേ. പിന്നെ നക്കാൻ കിട്ടും ഇഷ്ടം പോലെ. കാരണം പായസം കൊണ്ടുപോകാം, മറ്റു കാര്യങ്ങൾ കണ്ടുപോകാം. പിന്നെ ഇറച്ചി മീൻ ഇഷ്ടം പോലെ കൂട്ടത്തില്ലയോ? നിങ്ങളെന്തോ ഈ പറയുന്നേ? അവൻ പറയുന്നത് ഇറച്ചി കൂട്ടിട്ടും അവൻ്റെ ഷെഡിലോട്ട് തള്ളിക്കോളാനെന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് വായിച്ചേ, ഹനുമാൻ്റെ വലത്തെ കൈ ഒടിഞ്ഞ സാധനം എടുത്ത് നാഗവിഗ്രഹത്തിന് അവിടെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ പത്തി പോലെ വെച്ചേക്കുക. ഭയാനക പൂജയാണ്. പൂജയ്ക്ക് മന്ത്രമില്ല. നിങ്ങളവൻ പറയുന്നില്ലോ ഭാഗ്യസൂക്തം എന്ന് പറയുന്നത്, ഒന്നും ജപിക്കാൻ പറ. ഓം പ്രാതരഗ്നം പ്രാതരിന്ദ്രഹം ഹുവാമഹേ എന്ന് പറഞ്ഞ പോലുള്ള സൂക്തങ്ങളുള്ള സംയുദ്ധവസേ വൃഷഗ്നഗ്നേ വിശ്വന്നര്യാസ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് സൂക്തം? അത് സംവാദ സൂക്തമാണ്. അങ്ങനെ സൂക്തങ്ങൾ ഒരുപാടുണ്ട്. ഗണപതി സൂക്തങ്ങളുണ്ട്. എന്തുമാത്രം സൂക്തങ്ങൾ, അതൊന്നും ജപിക്കാൻ പറഞ്ഞ് അവനെ മുട്ട് പറയ്ക്കും. വെളിയിലിറങ്ങത്തില്ല. അന്തസ്സുള്ള പാണ്ഡിത്യമുള്ളവരോട് മിണ്ടിയാൽ ഇവനുണ്ടല്ലോ ബബ്ബ അടിക്കും. അവൻ്റെ ആചാര്യ സമ്മാദം അവൻ്റെ അപ്പൂപ്പനുണ്ടാക്കിയതാണ്. എടാ ഈ ഊളയൊക്കെയാണെന്നല്ലോടാ ഇവൻ്റെ കൂടെ നിൽക്കുന്നത്. എടാ അവന് തന്നെ അറിയത്തില്ല ഇങ്ങനൊരു സാധനം ഇല്ല എന്നുള്ളത്. കാളകഥ ഈ നടുവരലെന്തോ അതൊന്നും ചോദിക്കുമ്പം വിശ്വാസമുള്ളവർ വരും. പിന്നെ വെറുതെ കുറേ കല്ല് വെച്ച് കണ്ടോൻ്റെ ഭൂമിയിൽ അവിടെ ഇവിടെ പാട്ടിയിൽ നിന്ന് കൊണ്ടുവന്നതും എക്സൈസ് പിന്നെ എന്തുവാ പിന്നെ ചെക്ക് പോസ്റ്റ് പിടിച്ചതും 1.5-2 ആഴ്ചയോളം പോലീസ് സ്റ്റേഷനിൽ കിടന്നുപോലെ ആക്രി പൊട്ട
പിന്നെ പ്രതിഭയൊന്നും പറയാൻ പറ്റത്തില്ല അതിന്. മലങ്കല്ല്. കാരണം മല ഒലിച്ചടിച്ചു പോയതാ അതിലെ. കാരണം വെച്ചാൽ മേളിൽ ഇവന് ആറാട്ടിന് എന്തൊക്കെ തട്ടിപ്പോളാ സുഹൃത്ത്. ആക്ക് 2 ജനലും കട്ടളയും വെച്ചിട്ട് പറയുക അവിടുത്തെ മണ്ണ് മേടിച്ച് വാർത്തിട്ട് പറയുക നിലവറയാണെന്ന്. അതിൻ്റെ പഴയ വീഡിയോ അല്ലേ ഇത്? അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾ നോക്കുക. കംപ്ലീറ്റ്ലി ഹോളോബ്രിക്സാ. ഏത് ക്ഷേത്രമാണ് സുഹൃത്തെ ഹോളോബ്രിക്സ പണിയുന്നത്? ഏത് ക്ഷേത്രമാണ് ശിലയല്ലാതെ? ആകെ ഒരു ഹോളോബ്രിക്സ പണിയുന്ന ഒരു 4 അടി പിന്നെ അങ്കുലദ്വയ സംയുക്തം എന്നൊക്കെ പറഞ്ഞ് അതിന് കണക്കുകളുണ്ട്, ഗർഭഗൃഹവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് പിന്നെ സോപാനം, പിന്നെ അതുപോലെ തന്നെ തിടപ്പള്ളി, ഇതിലൊക്കെ കണക്കുകളുണ്ട്. ഇവിടെ തിടപ്പള്ളി കിടക്കുന്നത് കൊടകര കുസുമി ആസനം ചൊറിയുന്ന നീണ്ട നഖവിട്ട സാധനം പാൽപ്പായസത്തിൽ മുക്കി തെറ്റിപ്പൂ എടുത്താലും കാച്ചും. പിന്നെ മണത്തിട്ടിരിക്കാനും വേണ്ട. മണമെന്ന് പറഞ്ഞാൽ നമ്മുടെ രീതി തെറ്റിപ്പൂവിന് വേണോ? പക്ഷേ ഈ പാൽപ്പായസത്തിൽ തെറ്റിപ്പൂ വീണ് കഴിഞ്ഞാൽ എന്താണെന്നറിയാം. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ആമ്പല്ലൂർ കുളത്തിൻ്റെ അതിലെ പോകുന്ന കാറ്റും അയ്യോ എന്നോ കാറ്റാന്നറിയാം, ശുചിത്വമായ കാറ്റാണ്. മനസ്സിലായ? പറഞ്ഞ പോലെ ഇവൻ്റെ ഭാര്യ എവിടെ പോയത് വല്ലതും അറിയാമോ? അത് നിങ്ങൾ തിരക്കിയിട്ടുണ്ടോ? എൻ്റെ സുഹൃത്തെ കളഞ്ഞിട്ട് 2.5-3 മാസമായി പോയിട്ട്. മനസ്സിലായേ? പിന്നെ ഇതല്ല ഈ തക്കട തെറിയുടെ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പോട്ടെ 1-2 ആണെങ്കിൽ അതങ്ങ് ക്ഷമിച്ചു, ഒരു സ്ത്രീ ക്ഷമിക്കുമെന്ന് പറയാം. ഇത് പരസ്യമായിട്ട് തെമ്മാടിത്തരം കാണിക്കുകയും പരസ്യമായിട്ട് വീട്ടിൽ കയറാതിരിക്കുകയും ഇത് മാത്രം പരിപാടി. കള്ളടിക്കുക, ഇറച്ചി, ഉടുമ്പ്, എലി ഇതിനെയൊക്കെ ചുട്ടി തിന്നുക, അതിനോട് കപ്പ അടിക്കുക. അങ്ങനെയല്ലേ വേറൊരു മേൽശാന്തി അവിടുന്ന് പറഞ്ഞു വിട്ടെ. കുറേ ആൾക്കാർ ഇന്നപ്പോൾ അറിയാതെ അവൻ്റെ വായിൽ നിന്ന് വന്നു വീണു. എടാ സത്യം എപ്പോഴും അതിന് മറച്ചു വെച്ചാലും വരും. ആ ചെറുക്കൻ ചോദിച്ചു, അയ്യോ പിന്നെ വെടിസ്വാമികളെ അല്ലെ എലിസ്വാമിയെ വൈകിട്ട് കപ്പ ഇറച്ചി വേണ്ടായത് പറഞ്ഞു. മനസ്സിലായില്ലേ? എടാ സാധാരണഗതി മീൻ കൂട്ടേണ്ടതെന്ന് ഇറച്ചി കൂട്ടേണ്ടതെന്നൊന്നും ഞങ്ങളാരും ആരോടും പറഞ്ഞു കൊടുക്കാറില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാരമ്പര്യ വ്യവസ്ഥ ബ്രാഹ്മിൺസോ അതിലും മറ്റാൾക്കാരാണെങ്കിലും ഒക്കെ ഇറച്ചിയോ മീനോ ഒന്നും കൂട്ടത്തില്ല. നീ സമുദായത്തെയൊക്കെ അല്ലെ NSSനെയൊക്കെ അവഹേളിക്കുകയാണ്. ഒരു പുസ്തകങ്ങളിലും NSSകാർ കുത്തി പത്തിയതൊന്നും ഒന്നും പറയാറില്ല. പഴയ കാലത്ത് എങ്ങനെയായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വിത്തുകൾ തിരഞ്ഞു പോകുമായിരുന്നു എന്ന് കാർഷിക കോളേജിൽ പോകുന്ന പോലെ. പറഞ്ഞ് മനസ്സിലായല്ലോ? കാരണം എന്താ വെച്ചാൽ താഴേക്കിടയിലുള്ളവർക്ക് ബുദ്ധിപൂർണ്ണമായിട്ടുള്ള അവസ്ഥയില്ലാത്തത് കൊണ്ട് അങ്ങോട്ട് ചെന്ന് ബ്രാഹ്മണനോടും ഗണേരോ ആരോടാണെങ്കിലും ആയിക്കോട്ടെ അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് എനിക്കൊരു കുട്ടിയെ തരുമോന്ന്. മനസ്സിലായോ? കാര്യം ഉത്തമനായിരിക്കുന്ന ബുദ്ധിയോടുകൂടി ജനിക്കാനായിട്ട്. അത് നീ എന്താ പറയാത്തത്? നിൻ്റെ 2 പേട്ടായിപ്പോയി ഞങ്ങളുടെ കുഴപ്പമാണ്. ഒന്നിന് വട്ടും ഒന്നിന് പിന്നെ ഇതും വ്യഭിചാരവും. സ്വന്തം ഗുരുവിനെ മോൻ പോയി അവൻ്റെ ഗുരുവിനെ തന്നെ ഗർഭിണിയാക്കി പോകുന്നു. എന്നിട്ട് ഇവിടെ ഒരു ക്രിസ്ത്യാനിപ്പെണ്ണിനെ പിന്നെ പ്രേമിച്ചു. അവളെ നല്ലതായിട്ടൊക്കെ തേച്ച് കഴുകി അവൾ ചരമ്പ് മുറിച്ച് കട്ടവുമായിപ്പോയി. 5 ലക്ഷം അവിടെയും പോയി. എവിടെ അതിൻ്റെ കാര്യമൊക്കെ. അതുപോലെ തന്നെ ഇവൻ കേസിൻ്റെ കാര്യം പറയുന്നു സുഹൃത്തുക്കളെ. കേസിൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഇവനല്ല പരാതിയുമായിട്ട് പോയത്. ഇവൻ്റെ ചിങ്കിടി ഒരാളെ പരാതിയുമായിട്ട് വിട്ടു. അന്തസ്സായ രീതിയിൽ SI എന്നോട് സംസാരിച്ചു. ഡിലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ആലോചിച്ച് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ എൻ്റെ വക്കീലിനെ ഞാൻ വിട്ടു തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവൻ പറയുന്നത് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഒരു പരാതി കൊടുത്തു. അവർ പറഞ്ഞു നിന്നെ ഇവിടെ കണ്ടു വയ്ക്കില്ല, അവൻ്റെ ഈ സ്ഥാപനം വന്നു കഴിഞ്ഞാൽ അവരൊരു പെറ്റിക്കോസ്റ്റ് നോക്കിയിരിക്കുക പിന്നെ അവനെ പൊക്കാനെന്ന് പറഞ്ഞു. അത് അവിടെ എങ്ങും പറ്റാത്തതുകൊണ്ടാണ് പിന്നെ ഈ ചേരമംഗലത്ത് കൊണ്ട് കൊടുത്തത്. ചേരമംഗലത്ത് കൊണ്ട് കൊടുത്ത് വീഡിയോയും മറ്റു കാര്യങ്ങളൊക്കെ അവിടുത്തെ ന്യായാധിപൻ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ വിളിച്ചിവരെ ഭീഷണിപ്പെടുത്തി എൻ്റെ വീഡിയോ എല്ലാം ഡിലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നേ ഞാൻ അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഇത് മറ്റില്ല എൻ്റെ നിഷിദ്ധമായിട്ട് പിന്നെ എന്താ പറയുക, ഒരു രീതിയിലും സഹിക്കാൻ വയ്യാത്ത രീതിയിലാണ് ദ്രോഹം നടത്തിയിരിക്കുന്നത്. അതുപോലെ എൻ്റെ വീട്ടിൽ വന്നു കയറി എൻ്റെ മനപ്പുറത്ത് മഠം തിരുവല്ലയിലുള്ള ഇവിടെ വന്ന് കയറി, അതോ പഠിപ്പുരയും കഴിഞ്ഞ് കയറി വന്നതിന് ശേഷം അവൻ ദേവപ്രശ്നം വെച്ചത് ഷായി എൻ കരുൺ പറഞ്ഞു. മനസ്സിലായില്ലേ?
ഒരു ഊള വന്നായിരുന്നു, പെണ്ണുപിടികാരനും പെണ്ണ് ബ്രോക്കറും അവൻ. ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ കൂട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു മുഖത്തോടു കൂടിയ ആളിൻ്റെ, അതും ഭർത്താവാണെന്നാണ് തോന്നുന്നത്. ഭർത്താവല്ല, ഭാര്യയാണെന്നാണ് തോന്നുന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെ തട്ടുകളാണ്. ആവാഹനത്തിൻ്റെ 3 ദിവസം എന്തിനാ ആവാഹനത്തിന് ഇരിക്കുന്നത്? കാശ് മേടിക്കാൻ. മന്ത്രം അറിയാവുന്ന ഒരാളാണെങ്കിൽ, കർമ്മം അറിയാവുന്ന ഒരാളാണെങ്കിൽ 1.5-2 മണിക്കൂറുണ്ടെങ്കിൽ ബാധ ആവാഹിച്ചിരിക്കും. അത്ര തത്തുല്യ ബലയുക്തമായിട്ടുള്ള ബാധയാണെങ്കിൽ അത് ഒരു ക്ഷേത്രാങ്കണത്തിലാണ് ബാധ ആവാഹിക്കുന്നത്. എന്നിട്ട് അവിടെ നല്ല ക്ഷേത്രമാണ്, മഹാത്ഭുതമാണ്, ഇപ്പം രക്ഷപ്പെടും. ഈ രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ ഈ ആദ്യം എടുത്ത് നടക്കുന്നതായിട്ടുള്ള ചെറുപ്പക്കാർ, പിള്ളേരുണ്ട് 10, 28, 30, 31 വയസ്സ് വരെ MA-യും MA BEdും സെറ്റും നെറ്റും അങ്ങനെയൊക്കെയുള്ള എഴുതി പാസ്സായി നിൽക്കുന്ന പ്രഗത്ഭരുണ്ട്. അവർ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ മറ്റുള്ള അല്ലെങ്കിൽ ഒരു പ്രീ ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ PG വരെ പഠിച്ചൊരാൾക്ക് അവൻ നല്ലതായിട്ട് കാശ് അധ്വാനിച്ചുണ്ടാക്കുന്നുണ്ട്. ഇവൻ്റെ വീട്ടിൽ എപ്പോഴും ചെല്ലുമ്പോൾ ഇവന് ജോലിയില്ല, മറ്റേതില്ല, അതില്ല, കല്യാണം നടക്കുന്നില്ല എന്ന് പറഞ്ഞു. ജോലിയില്ല, കല്യാണം നടത്തും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇവൻ്റെ വെട്ടിച്ചെന്ന് വീഴും. അത് വീഴാതിരിക്കാനും ഹൈന്ദവ ധർമ്മത്തെ നിലനിർത്താനും സനാതന ധർമ്മത്തെ നിലനിർത്താനുമാണ് ഞാൻ ഈ എപ്പിസോഡുകൾ ചെയ്യുന്നത്. അവൻ പറയുന്നത് അവൻ്റെ അടച്ചു പൂട്ടിക്കാനായിട്ടാണ് SNDPക്കാർ നോക്കുന്നത്. അത് പൂട്ടണമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം നല്ലതാണ്, ഇരിക്കട്ടെ, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. അവരൊരു ഷഡാധാര പ്രതിഷ്ഠ ഇവിടെ നടത്തിയേക്കുന്നത്, അതും അരക്ക് സിമെൻറ്റ് വിട്ടാണ്ട്. ഇതാണ് നിലവറ. നിങ്ങൾ നോക്ക്, ആഞ്ഞലിരിക്കുന്നുണ്ടോ? അവിടെ ഒരു കൊച്ചു താങ്ക വിഗ്രഹം വെച്ചേക്കുന്നുണ്ടോ? ഇതൊക്കെ കള്ളത്തരമാണോ സുഹൃത്തെ ഞങ്ങൾ പറയുന്നത്? കള്ളമാണോ പറയുന്നത്? അതോ നുണയാണോ പറയുന്നത്? ഇവർ പറയുന്ന പ്രസംഗത്തിൻ്റെ പരാമർശങ്ങളല്ലേ പറയുന്നത്? ബിന്ദുകൃഷ്ണ എന്തുമാത്രം പറഞ്ഞു, എന്തൊരു മോശമായിട്ട്. ഒരു മിനിസ്റ്ററല്ലേ, ഒരു ബഹുമാനിക്കേണ്ടവരെ എന്തായിക്കോട്ടെ, അവരെ നമ്മൾ ബഹുമാനിക്കണ്ടേ? ഒരു മുഖ്യമന്ത്രി നമ്മൾ ബഹുമാനിക്കണ്ടേ? VD സതീശൻ ഇപ്പോൾ കയറിയപ്പോൾ അദ്ദേഹം എന്തുമാത്രം പരിണാമങ്ങൾ മാറ്റാമോ അതൊക്കെ മാറ്റാനുള്ള ഐഡിയപരമായിട്ടുള്ള രീതിയിൽ വരുന്നത്, നടപ്പിലാക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അത് ഭരണം കണ്ടുപോകാം. കാരണം എങ്കിൽ തന്നെയും ഉത്തമ ബോധ്യത്തോടുകൂടിയാണ് അദ്ദേഹം അന്നും കണ്ട് ഇത്ര സീറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നന്നായിട്ട് ഭരണതന്ത്രം അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും ഇന്ന് കേരളത്തിന് തന്നേക്കുന്നത്. അതുപോലെ നല്ല ഭരണാധികാരിയല്ലേ പിണറായിയും കെ കരുണാകരനും ആൻ്റണിയും അതുപോലെ G സുധാകരൻ എന്ന് പറയുന്ന ആൾ മാന്യനായ വ്യക്തിയാണ് ആലപ്പുഴയുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള വിഷ്ണു ചെങ്ങന്നൂർ, അങ്ങനെ പറയല്ല, മിനിസ്റ്ററാണ്, ഇത് മിനിസ്റ്ററാണ്. അവർ എന്തൊക്കെ എന്ത് മാന്യതയുള്ളതാണ്. ശോഭന ജോർജ് MLA, അത് ഞങ്ങളുടെ അടുത്താണ്. അതുപോലെ തന്നെ പഴകുളം മധു, എണ്ണി പറയാനും ഒരുപാടുണ്ട്. CP ജോണ് എനിക്ക് ഏറ്റവും ഏറ്റവും എന്താ പറയുക, പേഴ്സണലി നല്ല രീതിയിലുള്ള തമാശകളും കാര്യങ്ങളും ഒക്കെ പറയുന്ന ആൾക്കാരാണ്. അവർക്ക് നല്ല ഭരണാധികാരിയാണ്. അവർ കൊച്ചിലെ തൊട്ട് ഇതിനകത്ത് കളിച്ച് വളർന്ന് രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ